ുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ മഹാന്മാരായ ആളുകളുടെ മഹനീയമായ നേതൃത്വത്തിൽ വാണിയംകുളം മമ്മി ഹാജി റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മളോടൊപ്പം ഈ വേദിയിൽ പറയാതെ പ്രസംഗിക്കാതെ ഒരുപാട് പറഞ്ഞുകൊണ്ട് മഹാനായ മാന മുസ്ലിയാർ ബഹുമാനപ്പെട്ട മമ്മി ഹാജിയുടെ ഹൃദയത്തിൽ കൊളുത്തിവിട്ട ഒരു ചിമ്മിനി വിളക്കിന്റെ പ്രകാശമാണ് മാന മുസ്ലിയാർ നഗറിൽ ഇപ്പൊ കത്തിജ്വലിച്ചു നിൽക്കുന്നത്. മഹാനായ മമ്മി ഹാജി വേദികളിലേക്കില്ല, സദസ്സുകളിലേക്കില്ല, പക്ഷേ പറയാതെ നമ്മളോട് ഒരുപാട് പറയുന്നു. അല്ലാഹു തആല നൽകിയതായിരിക്കുന്ന ദുന്യവിയായ സമ്പത്ത് അത് ദീനിന്റെ മാർഗത്തിൽ എങ്ങനെ ചെലവഴിക്കാമെന്ന് ജീവിച്ചു കാണിച്ച ഒരു മഹാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞാനിങ്ങനെ പറയാറില്ല, ബഹുമാനപ്പെട്ട മമ്മി ഹാജിയെ സംബന്ധിച്ച് ഞാനൊരു വേദിയിലും പറയാറില്ല. പക്ഷെ 25 വർഷം പൂർത്തിയാകുമ്പോ അത് പറയാതെ പോയാൽ അതൊരു പ്രയാസമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ ഈ സൽക്കർമ്മങ്ങളൊക്കെ നമ്മളിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതാമീൻ ഉത്തരം പറയാനുള്ള വേദിയാണ്, ഉത്തരം ലഭിക്കുന്ന വേദിയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ വേദിയിലേക്ക് ഈ നേതാക്കളൊക്കെ കടന്നു വന്നത് ഒരേ സമയത്താണ്. സാധാരണ നമ്മൾ സമ്മേളനങ്ങളിലും വാദകളിലും പ്രസംഗങ്ങളിലുമൊക്കെ ഒരുപക്ഷെ ഇന്നലെ നമ്മുടെ വേദിയിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോറ്റി വളർത്തിയതായിരിക്കുന്ന മക്കളെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ നായകർ അവരെ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മഹാന്മാരായ നേതാക്കൾ മുന്നിലും ഈ പ്രിയപ്പെട്ട മക്കൾ അവരുടെ പിന്നിലും അണിനിരന്ന് വരുന്നത് നമ്മൾ കൺകുളിർക്കെ കണ്ടവരാണ്. ഇവരെ പോറ്റി വളർത്തിയതായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, സുഹൃത്തുക്കളോട്, കഴിഞ്ഞ 25 വർഷത്തിൽ ഈ സ്ഥാപനത്തോട് ഒപ്പം നിന്നതായിരിക്കുന്ന ആളുകളോട് ഇനിയും ഉത്തരോത്തരം ഈ സ്ഥാപനം ഉയരേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒന്നുകൂടെ പറയട്ടെ, സനദദാന സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ വിരളമായിട്ടാണ് സഹോദരിമാരെ കാണാറുള്ളത്. സനദദാന സമ്മേളനങ്ങളിലേക്ക് പെണ്ണുങ്ങൾ വരാറില്ല. പക്ഷേ ഈ സദസ്സിന്റെ പിന്നിൽ മറകെട്ടിയതായിരിക്കുന്ന മദ്രസ ഹാളിന്റെ ഉള്ളിൽ ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. അതിനൊരു കാരണമുണ്ട്. അവരെ ഈ മക്കളുടെ ഉമ്മമാരാണ്. അവരെ ഈ മക്കളുടെ ഉമ്മമാരാണ്. അവരെ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവരാണ്. അവരെ ഈ മക്കൾക്ക് വസ്ത്രം കൊടുത്തവരാണ്. അവരെ ഈ മക്കളോടുകൂടെ എല്ലാ വ്യാഴാഴ്ചയിലുള്ളതായ സ്വലാത്തിലും പങ്കെടുത്ത് ആമീൻ പറഞ്ഞു പോയവരാണ്. അതുകൊണ്ട് അവരുടെ മക്കൾ സ്ഥാന വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാന്മാരോടുകൂടെ വേദിയിലേക്ക് വരുമ്പോ അതവർക്ക് കാണൽ അനിവാര്യമാണ്. അതിന്റെ മറ്റൊന്നും ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട എന്റെ നേതാക്കളോടും ഉസ്താദുമാരോടും അദബുകേടാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നതോടൊപ്പം ഇതെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അവർ നട്ടുവളർത്തിയതായിരിക്കുന്ന ഒരു പരിശുദ്ധമായ വിളക്ക് മാടമാണ്. അത് ഇനിയും വളർത്താൻ അവര് തന്നെ ആവശ്യമുണ്ട്. വല്ലപ്പുഴ നഫീസ ഹജ്ജുമ്മ എന്ന വന്യവയോധികയായ മക്കളില്ലാത്ത അബ്ദുള്ള ഹാജി, മർഹൂം അബ്ദുള്ള ഹാജിയുടെ ഭാര്യ അജ്ജുമ്മ ഈ വേദിയുടെ പിന്നിൽ, ആ മറക്ക് പിന്നിലുണ്ട്. ആകെയുള്ള 10 സെന്റിന്റെ 5 സെന്റ് വിറ്റിട്ട് അത് 5.5 ലക്ഷം ഉറുപ്പ്യക്ക് വിറ്റിട്ട് മക്കളില്ലാത്ത അബ്ദുള്ള ഹാജിയുടെ ഭാര്യ ഇതെന്റെ മക്കളാണ്, ഇതെന്റെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് 5.5 ലക്ഷം ഉറുപ്പികയുടെ നോട്ടുകെട്ടുമായി ഈ മക്കളുടെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന ഉമ്മ നമ്മളോട് കൂടെ നിൽക്കുന്നു. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, പരിശുദ്ധമായ റമളാനിലെ 27-ാം രാവിൽ എന്റെ അബ്ദുള്ള ഹാജിയുടെ ഖബർ സിയാറത്തിന് പോകാൻ ആരുമില്ലെന്ന് പറഞ്ഞപ്പോ ഈ സ്ഥാപനത്തിലെ മക്കളെ കൂട്ടിക്കൊണ്ട് അബ്ദുള്ള ഹാജിയുടെ ഖബർ സിയാറത്തിന് ഞങ്ങൾ പോയിട്ട് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ അബ്ദുള്ള ഹാജിയുടെ ഖബർ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ സ്ഥാപനത്തെ വളർത്തുന്നവർ. അവരുടെ പ്രിയപ്പെട്ട സംഭാവനകളാണ് ഈ സ്ഥാപനത്തെ വളർത്തുന്നത്. ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രസംഗിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അതിന് നിൽക്കുന്നില്ല. 20,000 വീടുകളിൽ ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട മക്കൾ, ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട മക്കൾ എണ്ണയിട്ട യന്ത്രം പോലെ 20,000 വീടുകളിൽ ഈ സമ്മേളനത്തിന്റെ സന്ദേശവുമായി കയറിയിറങ്ങുകയുണ്ടായി 2 പ്രാവശ്യം. എന്നിട്ട് എന്തേ ഇത്ര കുറച്ചാളുകൾ ഇവിടെ എന്ന് ആരുടെയും മനസ്സിൽ വരുന്നെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം മുതൽ
وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. എന്താണ് ഇത്ര കുറവെന്ന് ഒരുപക്ഷെ ആർക്കെങ്കിലും അങ്ങനെ ആർക്കും തോന്നാനില്ല. തോന്നുന്നുവെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഇന്ന് ഈ സമയം വരെ അണമുറിയാതെ ഓരോ സമയങ്ങളിലായി ഓരോരുത്തർ കടന്നു വരികയാണ്. അവരൊക്കെ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഉസ്താദെ അജയരെ, ഞങ്ങൾ വന്നത് മക്കൾ വന്ന് വിളിച്ചതിന് ഉത്തരം ചെയ്യുകയാണ്. ഞങ്ങളുടെ വീട് വീട്ടിൽ പോരാൻ കഴിയുകയില്ല, രാത്രി ഞങ്ങൾക്ക് വരാൻ കഴിയുകയില്ല. പക്ഷേ ഈ മക്കൾ ഞങ്ങളുടെ വീട്ടിൽ 2 പ്രാവശ്യം വന്നപ്പോ അതിങ്ങോട്ട് വരാതിരിക്കാൻ ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. സാധാരണ മൗലവിമാരെ വീട്ടിലേക്ക് ചെന്നാൽ അത് പിരിവിനാണ്. ഒരു 10 ഉറുപ്പിയുടെ നോട്ടും തുറന്നു പിടിച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും ജനലിന്റെ ഉള്ളിൽ കൂടെ വരും. പക്ഷേ ഈ വന്ന മക്കൾക്ക് പൈസ വേണ്ട, അവർ പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അവർക്ക് പൈസ ആവശ്യമുണ്ട്. അതാ വീട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന ചെറിയ പൈസ പോരാത്തത് കൊണ്ടല്ല, അതിവിടെ തികയുകയില്ല. അതുകൊണ്ടാണ് 9.5 ലക്ഷം ഉറുപ്പിക ഒരു മാസം ഇതിനെ നടത്തിക്കൊണ്ടുപോകാൻ വേണം. 1 ഉറുപ്പിക ബാങ്ക് ബാലൻസ് ഇല്ലാതെ, ഒന്നും തോട്ട വരുമാനമില്ലാതെ, ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലാതെ വലുതായിരിക്കുന്ന ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ ഞാനിത് പറഞ്ഞപ്പോ കേട്ട ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനിതെന്നും ആവർത്തിക്കുന്നു, ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന് ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് അതിവിടെ ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന ആളുകളുടെ, ഈ സമുദായ സ്നേഹികളുടെ, സ്ഥാപന സഹായികളുടെ മനസ്സിലാണ് ആ അക്കൗണ്ട് തുറക്കപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നീട്ടിപ്പരത്തി പ്രസംഗിക്കുന്നില്ല. ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന് കാവൽക്കാരുണ്ട്. നിങ്ങളിപ്പോ ഇങ്ങോട്ട് കടന്നു വന്നതായിരിക്കുന്ന വിവിധകളായ വഴിയിലൂടെ കടന്നു വരുമ്പോ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട ബുഖാറിൽ ഹിബത്തുല്ലാ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, മഹാന്മാരായിരിക്കുന്ന മമ്മദാജി തങ്ങളും ബഹുമാനപ്പെട്ട അന്തറുപ്പാപ്പയും ഉള്ളതായിരിക്കുന്ന മീരാന ഒലിയ പാപ്പയുള്ളതായിരിക്കുന്ന മുഴുവൻ കമാനങ്ങളും വരികയുണ്ടായി, നിങ്ങൾ കാണുകയുണ്ടായി. ആ കമാനത്തിന്റെ ഉള്ളിലൂടെ നിങ്ങൾ കടന്നു വന്നപ്പോ ഈ മഹിതമായ സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ചതായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരെഴുതി വെച്ചതായിരിക്കുന്ന കവാടത്തിലൂടെ കടന്നു വന്നപ്പോ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരെഴുതി വെച്ച കവാടത്തിലൂടെ കടന്നു വന്ന് മഹാനായ മാനമുസ്ലിയാർ നാമധേയത്തിലുള്ള പരിശുദ്ധമായ ഗ്രൗണ്ടിലേക്ക് കടക്കുമ്പോ നിങ്ങളും മനസ്സിലാക്കുക, അഹല്ല ഉമ്മതഹു അഹല്ല ഉമ്മതഹു അഹല്ല ഉമ്മതഹു. സിംഹം സിംഹത്തിന്റെ കുട്ടികളെ കൂട്ടിലിട്ടുകൊണ്ട് അതിന് കാവലിരിക്കുന്നത് പോലെ, ഗുഹാമുഖത്ത് കാവലിരിക്കുന്നത് പോലെ മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് കാവലിരിക്കുന്നുവെങ്കിൽ മഹിതമായ മാനമുസ്ലിയാരുടെ മനസ്സിലുദിച്ച ഈ പരിശുദ്ധമായ പ്രകാശത്തിന് കാവലിരിക്കുന്ന ആളുകളാണ് ഞാൻ എണ്ണിത്തന്നത്. അവരാണ് ഇതിന്റെ നടത്തിപ്പുകാർ, അവരാണ് ഇവരതിന്റെ നായകർ. അവരുടെ പിന്നിലാണ് നമ്മൾ. ഇതിന്റെ പിന്നിൽ ഫഖറില്ല, ഇതിലാരുടെ പിന്നിലും ഒന്നിനും നേടാനില്ല. നാളെ റബ്ബിന്റെ മഹ്ശറിൽ ചെല്ലുമ്പോ, റബ്ബിന്റെ സംവിധാനത്തിൽ എത്തിച്ചേരുമ്പോ ഈ കാണുന്നതായിരിക്കുന്ന മക്കളുടെ ഭക്ഷണം അത് നാളെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ കവാടമൊന്ന് തുറന്നു കിട്ടാൻ ഉപയുക്തമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഈ കാണുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അർത്ഥവത്തായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹിതമായ നമ്മുടെ നേതാക്കൾ ഇവിടെയുണ്ട്. അവർക്ക് പ്രസംഗിക്കാൻ, ഇൽമ പറയാൻ, ഉപദേശം നൽകാൻ ഞാൻ വഴിമറിയുകയാണ്. ഇതിനെ ഉയർത്തണം, ഇതിനെ വളർത്തണം. ഒപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പ്രസരിക്കുന്ന പള്ളി ദർസുകളെ പരിശോധിപ്പിക്കലാണ് ഇനി മഹിതമായ ഈ സ്ഥാപനത്തിന്റെ അടുത്ത ലക്ഷ്യം. നഷ്ടപ്പെട്ടു പോയ, എന്തിനൊക്കെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മഹല്ല് ഭാരവാഹികൾ ഈ കൂട്ടത്തിലുണ്ട്. അവരോട് ഞാൻ പറയുന്നു, വെറും തേങ്ങയുടെയോ തെങ്ങുംപട്ടയുടെ കണക്കെഴുതലല്ല മഹല്ല് ഭാരവാഹികളുടെ ജോലി. ആ പള്ളി അത് സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളായി മാറണം. അതിൽ ദർസ് നടക്കണം. എല്ലാ വിദ്യാഭ്യാസങ്ങളും പള്ളി ദർസിൽ നിന്ന് ഉടലെടുത്തതാണ്. മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കലേക്ക്, ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് ആ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന എഞ്ചിനീയർമാർ അവരുടെ ബിൽഡിങ്ങിന്റെയും റോഡിന്റെയും ഒക്കെ കണക്ക് ചോദിക്കാൻ ചെന്നിരുന്നുവെങ്കിൽ ഉലമാഇന്റെ പിന്നിൽ അണിനിരക്കുക മഹാനായ ശൈഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ. ബഹുമാനപ്പെട്ടവർ പാതിരാ സമയത്ത് ക്രിസ്തീയ പാതിരിമാരോട് സംവാദം നടത്തിയപ്പോ എങ്ങനെ പിടിച്ചാലും കിട്ടാതെ വന്നപ്പോൾ അവസാനമായി ക്രിസ്തീയ പാതിരി ചോദിച്ചത്, അല്ല മുസ്ലിയാരെ, നിങ്ങളൊക്കെ ബനൂ ഇസ്രായേലിലെ പണ്ഡിതർ, ബനൂ ഇസ്രായേൽ നിങ്ങളെ പണ്ഡിതർ, മുഹമ്മദ് നബിയുടെ അനുയായികളായ പണ്ഡിതന്മാർ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയല്ലേ? എന്നാൽ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കൾ മരിച്ചവർ
മരിച്ചവർക്ക് പുനർജന്മം നൽകുമായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ അനുയായികളിലെ ആലിമീങ്ങൾ ആ അമ്പിയാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഒരു ശവം കൊണ്ടുവന്നാൽ അതിന് ജീവൻ നൽകാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഒരു അർത്ഥഗർഭമായിരിക്കുന്ന മൗനത്തിന് ശേഷം പറഞ്ഞത്, എങ്കിൽ കൊണ്ടുവരാം നിന്റെ ശവത്തെ എന്ന് പറഞ്ഞെങ്കിൽ അത് പറയാനുള്ള ആർജവം മഹാനായ ശംസുൽ ഉലമക്ക് ലഭിച്ചത് അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമാണെങ്കിൽ ആ ഇൽമിനെ പരിപോഷിപ്പിക്കുക പ്രിയപ്പെട്ട മുഅ്മിനെ. അതുകൊണ്ട് പള്ളി ദർസുകൾ ജീവിക്കണം. അത് ഈ പൂർവ്വ വിദ്യാർത്ഥികളിലൂടെ, ഈ പരിശുദ്ധമായ മഹിതമായ മാനമുസ്ലിയാരുടെ, എന്റെ പ്രിയപ്പെട്ട മമ്മി ഹാജിയുടെ മക്കളിലൂടെ പരിസര പ്രദേശങ്ങളിലെ പള്ളി ദർസുകൾ ജീവൻ വെക്കണം. നിങ്ങളതിനെ സഹായിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന്റെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വഫാത്തോടുകൂടെ ഈ സ്ഥാപനത്തിന്റെ സാരഥ്യം ഏറ്റെടുത്ത മഹാൻ ഇന്ന് നമ്മുടെ മക്കളോടുകൂടി ഈ സദസ്സിലേക്ക് കയറി വന്നു. ഈ പരിശുദ്ധമായ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ടവരാണ്. സനദ് ദാനം നൽകുന്നത് ബഹുമാനപ്പെട്ടവരാണ്. 41 വിദ്യാർത്ഥികൾക്ക് സനദ് നൽകുന്നു. അതോടുകൂടെ മഹാനായ വലിയുല്ലാഹി അന്തറുപ്പാപ്പ 10 വർഷക്കാലം ഈ പരിശുദ്ധമായ സ്ഥാപനത്തിൽ ജീവിക്കുകയും ഈ കാണുന്നതായിരിക്കുന്ന ബിൽഡിങ്ങുകൾക്കൊക്കെ മഹാന്മാരുടെ പേരുകളും അവർ രചിച്ചതായിരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിനുള്ളതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചുകൊണ്ട് ഇതിന്റെ ബിൽഡിങ്ങുകൾക്ക് ശക്തി പകർന്ന മഹാനായ ശൈഖുന വലിയുല്ലാഹി അന്തറുപ്പാപ്പ നമ്മളൊക്കെ മനസ്സിലാക്കാതെ പോയ ആ മഹാനുഭാവന്റെ പേരിൽ ഇവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടക്കുകയാണ്. അതിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ 6 വിദ്യാർത്ഥികളുള്ളതായിരിക്കുന്ന സനദ് ദാനവും ഈ വേദിയിൽ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിശുദ്ധമായ സംരംഭത്തിന്റെ അധ്യക്ഷൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് KS ഉണ്ണിക്കോയ തങ്ങളാണ്. ഒരു വാപ്പ, ഈ സ്ഥാപനത്തിന്റെ വാപ്പ, വെള്ളിയാഴ്ച സമ്മേളനം തുടങ്ങുമ്പോ വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനിതിന്റെ രക്ഷിതാക്കളിൽ ഒരാളല്ലേ, ഇവിടെ എന്താണ് നടന്നതെന്നറിയണമല്ലോ എന്ന് വന്നിട്ട് മക്കളെ കൊണ്ട് 11 ഇഖ്ലാസ് ഓതിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ നീട്ടി ദുആ ചെയ്തു. പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്, മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്, അവസാനം വരെ സന്തോഷത്തിലാക്കണേ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഈ മക്കളുടെ വാപ്പ മഹാനായ സയ്യിദ് കുരുവമ്പലം ഉണ്ണിക്കോയ തങ്ങൾ ദുആ ചെയ്തു. ഇതാ അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല സുന്ദരമായ ഒരു അന്തരീക്ഷം നമുക്ക് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അനുഗ്രഹം വരുമ്പോൾ അല്ലാഹുവിനോട് ശുക്ർ പറയുക അതൊരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ കടമയാണ്. അമിതമായി 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 ആഘോഷിക്കുകയും ചെയ്യരുത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ. അതൊന്നും പറയാൻ ഞാനല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് KS ഉണ്ണിക്കോയ തങ്ങൾ കുരുവമ്പലം ബഹുമാനപ്പെട്ടവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ ഒരുപാട് പ്രയാസം മംഗലാപുരത്തും രാവിലെ യാത്ര ചെയ്ത് വഴികളൊക്കെ ഇറങ്ങി ഒരുപാട് പ്രയാസപ്പെട്ട് വഴിക്ക് 2-3 പ്രാവശ്യം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരണോ, ഞാൻ അങ്ങോട്ട് വരണോ, വരണം തങ്ങളെ, വന്നേ പറ്റൂ. എന്താ കാരണം? ഈ പരിശുദ്ധമായിരിക്കുന്ന സംവിധാനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ സനദ് ദാനം നടത്തുമ്പോ സനദ് ദാന പ്രസംഗം നടത്തുന്നത് സമസ്ത കേരള ജമിഅത്തുൽ മുദർരിസീന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ 2010 20ാം വാർഷികത്തിന് ബഹുമാനപ്പെട്ടവർക്ക് വരാൻ സാധിച്ചില്ല, അസുഖബാധിതനായിരുന്നു. ഇന്ന് അല്ലാഹു തആല ഇവിടെ എത്താനുള്ള തൗഫീഖ് നൽകി. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. സനദ് ദാന പ്രസംഗം നടത്തേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആദരണീയരായിരിക്കുന്ന സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന സൈനുദ്ദീൻ മുസ്ലിയാർ അവர்களാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. കാറിൽ യാത്ര ചെയ്യാൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തയച്ചിരുന്നു. ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഒന്നുകിൽ നമുക്ക് വണ്ടി ഏതെങ്കിലും മാറ്റിവിടാം. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത്, ഞാൻ ഇന്നലെ രാത്രി നിങ്ങളെ വിളിക്കാതിരുന്നത് ഇന്ന് രാവിലെയാകുമ്പോ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക്
വേദിയിലേക്ക് വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതാണ് ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ വിളിച്ച് ടിക്കറ്റ് മുടക്കാതിരുന്നത്. ആ വരാനുള്ള ആഗ്രഹം ഞാൻ ഈ സദസ്സിനെ അറിയിക്കുകയാണ്. റബ്ബേ, ഞങ്ങളുടെ ഉസ്താദിന് നീ ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, അസ്വസ്ഥതകൾ ഒഴിവാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നായകത്വം നൽകാനുള്ള തൗഫീഖും നീ നൽകണേ അല്ലാഹ്. ബിജായി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദ് KPC തങ്ങൾ വല്ലപ്പുഴ ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ രക്ഷിതാക്കളിൽ ഒരാളാണ്. അസുഖമൊന്നും പരിഗണിക്കാതെ ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഈ വേദിയിൽ വന്നതായിരിക്കുന്ന വ്യക്തിയാണ്. അല്ലാഹു തആല ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവരെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് PK എംബിജിക്കോയ തങ്ങൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ വേദിയിലുണ്ട്. 3-4 ദിവസങ്ങളായി രാവും പകലും ഇവിടെ തന്നെ ഞങ്ങളോടൊപ്പം. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട CK മാണിയൂർ, ഒരുപക്ഷെ ഈ പ്രദേശത്തേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് ആദ്യമായിട്ടായിരിക്കാം ചേലാരിയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ഒരു യോഗം നടക്കുമ്പോൾ ചെന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദെ, മഹാനായ കാരക്കാട് മാനൂസിയാരുടെ പേരുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു വാർഷിക പരിപാടി നടക്കുന്നുണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും വരാം. ബഹുമാനപ്പെട്ട ഉസ്താദ് CK മാണിയൂർ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവരെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ കൂടിയായ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, ഇതൊക്കെ എന്നെ പറയിപ്പിക്കാൻ, ഇവിടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്റെ കാലുകൾക്ക് ശക്തി പറഞ്ഞു തന്ന മഹാനായ ശൈഖുന കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മക്കളാണ് ഈ മക്കൾ. ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MT ആലി മുസ്ലിയാർ യാതൊരുവിധ ജാടകളുമില്ലാതെ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വ്യാഴാഴ്ച 4 മണി വരെ യാതൊരുമില്ല ഏത് ബഹളം ആരൊക്കെ എന്തൊക്കെ നടത്തിയാലും എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മുന്നിൽ വരുമ്പോ അവർക്ക് ദർസ് നടത്തി കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ വന്ദ്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട MT ആലി മുസ്ലിയാർ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ശൈഖുന കമ്പന്തരി ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വന്നിട്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ് ദർസ് നടത്തിയിട്ട് ഈ മക്കളോടുകൂടെ അവരുടെ സ്നേഹവാലിന്യത്തോടുകൂടെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ 100 വയസ്സ് തികഞ്ഞ സമയത്തും ദർസ് നടത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്ന മഹാനായ കമ്പന്തരി ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ബഹുമാനപ്പെട്ടവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട TP മുഹമ്മദ് മുസ്ലിയാർ പാലക്കോട്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ഉസ്താദുമാരുണ്ട്. PK മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അലവി മുസ്ലിയാർ പനമണ്ണ, മഹാന്മാരായ ഈ വേദിയിലെ ഒരുപാട് ഉസ്താദുമാരും മറാക്കളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട പ്രിൻസ് കരീം അബ്ദുൽ കരീം ഹാജി, ഈ പള്ളിയിൽ മുസല്ല കൊണ്ടുവന്നിടാനും ഈ പള്ളിയിൽ പായ കൊണ്ടുവന്നിടാനും ഒക്കെ മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ പള്ളിയിൽ കയറി നിസ്കരിച്ചപ്പോ പള്ളിയിൽ പായ കാണാതെ വന്നപ്പോ പായയുമായി ആള് വരുമ്പോഴാണ് കരീം ഹാജി കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞത്. ആ ബഹുമാനപ്പെട്ട കരീം ഹാജി നമ്മുടെ ഈ വേദിയിലുണ്ട്. ഈ പ്രവർത്തന രംഗത്ത് ബിസിനസ് ശൃംഖല മുഴുവനും വിജയത്തിലെത്തിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട CMA കരീം സാഹിബോട് ആസ്ഥ പറയേണ്ടതായിരുന്നു. അസുഖം കാരണം അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മരക്കാർ മൗലവിമാരായ മംഗലം ഈ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷി സ്നേഹത്തോടുകൂടെ കാണുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന, നേരത്തെ മതസൗഹാർദ്ദ വേദിയിൽ വന്ന് തിരിച്ചുപോയ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന ബഹുമാനപ്പെട്ട മരക്കാർ മൗലവിമാരായ മംഗലം ബഹുമാനപ്പെട്ട ഹാജി പൊട്ടച്ചിറ, ദിരാൻ ഹാജി പൊട്ടച്ചിറ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പ ഹാജി, ഒരുപാട്
ഒരുപാട് അറബികളിൽ നിന്ന് നിരന്തരം ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ട് ഈ മക്കളോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട കുട്ടിപ്പ ഹാജി, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സിട്ടി ഇന്നി ഹാജി ഇപ്പൊ കയറി വരുമ്പോ, ഞാൻ തങ്ങളുടെ കൂടെ വരുമ്പോ എന്നെ തടുത്തു പിടിച്ചിട്ട് പറഞ്ഞു, 1,05,000 ഉറുപ്പിക എന്റെ പേരിൽ എഴുതണം. ഒരു കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. സമയത്തായിരിക്കും ഭയപ്പെടുന്നു, ചിലത് പറയാതിരിക്കാനും വയ്യ, ക്ഷമിക്കണമെന്ന സദസ്സിനോടും എന്റെ പ്രിയപ്പെട്ട വേദിയോടും അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇതിൽ കൊണ്ടു നടത്തണമെങ്കിൽ പൈസ ഇല്ലാതെ നടക്കുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ക്ഷമിക്കണേ എന്ന് വീണ്ടും പറയുന്നു. ബഹുമാനപ്പെട്ട സിട്ടി ഇന്നി ഹാജി ഇപ്പൊ തടുത്തു പിടിച്ചിട്ട് പറഞ്ഞു, 1,05,000 ഉറുപ്പിക എന്റെ പേരിൽ എഴുതി വെക്കണമെന്ന്. എന്താണ് 1,05,000 ഉറുപ്പിക? ഇവിടെ ഈ മക്കൾ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ വിപുലീകരണം ആവശ്യമാണ്. 400ഓളം വരുന്നതായിരിക്കുന്ന ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് താമസിക്കാൻ നിലവിലുള്ളതായിരിക്കുന്ന ഹോസ്റ്റൽ സംവിധാനം അത് സൗകര്യപ്രദമല്ല. അതൊന്നും ഇനിയുള്ളതായിരിക്കുന്ന നിലവിലുള്ള ബിൽഡിംഗിന്റെ മുകളിൽ ഒരു നില കൂടെ ഉയർത്തണം. 8,500 സ്ക്വയർ ഫീറ്റ് അളവിലുള്ളതായിരിക്കുന്ന ഒരു നില, ആ കെട്ടിടം പണിയാൻ 1,30,00,000 ഉറുപ്പിക ആവശ്യമാണ്. ആ 1,30,00,000 ഉറുപ്പികക്ക് വരുമാന മാർഗം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമായുമൊക്കെ ഈ കാര്യം പറഞ്ഞപ്പോ 1 സ്ക്വയർ ഫീറ്റ് പണി തീർക്കാൻ 1,500 ഉറുപ്പിക വേണം. 1 സ്ക്വയർ ഫീറ്റ് പണി തീർക്കാൻ 1,500 ഉറുപ്പിക വേണം. അതിലെ 70 സ്ക്വയർ ഫീറ്റിന്റെ 1,05,000 ഉറുപ്പിക എന്റെ പേരിൽ നിങ്ങൾ എഴുതി വെക്കണം. എനിക്ക് വേണ്ടി വന്ന് നന്നായി ദുആ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞപ്പോ, അങ്ങനെ 1 സെന്റും 2 സെന്റും 10 സെന്റും 100 സെന്റും ഒക്കെ പറഞ്ഞ ആളുകള് 8,500ലേക്ക് അത് എത്തണം. ആ പൈസ ഇപ്പൊ വേണ്ട. ഈ സ്ഥാപനത്തിലെ മക്കൾ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ ഒരു തുണ്ട് കടലാസുമായി വരും. ആ കടലാസിൽ നിങ്ങളുടെ പേര് വേണം, നിങ്ങളുടെ അഡ്രസ് വേണം, നിങ്ങളുടെ ഫോൺ നമ്പർ വേണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് താമസിക്കാൻ കിടന്നിറങ്ങുന്ന ഒരു റൂം ഉണ്ടാക്കാൻ 1 സെന്റ് 1 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10 സ്ക്വയർ ഫീറ്റ് എന്താണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നതെങ്കിൽ അത് നിങ്ങളതിലൊന്ന് എഴുതി വെക്കണം. അതിന്റെ പൈസ ഇപ്പൊ വേണ്ട. പൈസ ആരും ഇപ്പൊ തരികയും വേണ്ട. ഒരു നെയ്യത്ത് മാത്രം മതി. അതിനാണ് പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞത്. ഒരു സഹോദരൻ വേണ്ട, ഒരു സഹോദരൻ എന്ന പ്രയോഗം വേണ്ട. പേര് വേണം, അഡ്രസ് വേണം, ഫോൺ നമ്പർ വേണം. അങ്ങനെ കഴിവുള്ള ഹലാലായ മാർഗത്തിൽ, അള്ളാഹു പരിശുദ്ധമായ ഇസ്ലാമിൽ പഠിച്ച മാർഗത്തിൽ സമ്പത്തുണ്ടാക്കിയതായിരിക്കുന്ന ആളുകൾ, അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി വീണ്ടും നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നു. ആ 1 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ്, 100 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ നൽകി. മഹാന്മാരായിരിക്കുന്ന സാദാത്യങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങൾ ഇനി 2 പരിപാടിക്ക് പങ്കെടുക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്ക് ട്രെയിനിന് പോകാനുണ്ട്. CK മാണിയൂരിന് ട്രെയിനിന് പോകാനുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സയ്യിദ് കുരുവമ്പലങ്ങൾ ഈ പരിപാടി അവസാനിക്കുന്നവരെ ഇവിടെ ഉണ്ടാകും. മഹാനായ അബ്ദുസ്മദ് സാഹിബ് പൂക്കോട്ടൂർ ഇവിടെ എത്തും. താഴത്ത് മമ്മി ഹാജിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം കഴിയുമ്പോഴേക്ക് ഈ പറയുന്നതായിരിക്കുന്ന 8,500 സ്ക്വയർ ഫീറ്റ് ഈ സദസ്സിൽ നിന്നും വിനീതൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ ആവുക ഇല്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ മഹാനായ ഇന്നി ഹാജിക്ക് ഞാൻ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. ഞാൻ സമയത്തായിരിക്കും ഭയക്കുന്നതോട് ഈ വേദിയുള്ളതായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. TK ഫൈസിൻ, ഖാജ ദാരിമി തുടക്കെയുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ വേദിയിലുണ്ട്. ഞാൻ അവരെയൊക്കെ ബഹുമാനപ്പെട്ട ചേക്കുട്ടി ഹാജി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അത് മനഃപൂർവ്വമില്ല. ഞാനൊരു സാധുവായ മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാന്യ സദസ്സിന് കൃത്യമായ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട മക്കളെ സ്വാഗതം പറയേണ്ടതില്ലെങ്കിലും എണ്ണയിട്ട യന്ത്രം പോലെ ഒരുപക്ഷെ എന്റെ ഗൗരവ സ്വഭാവം അതിന് മുന്നിൽ അവർ കണ്ടേക്കാം. എന്നാലും ദിവസങ്ങളോളം ഒരു ചെറിയതായിരിക്കുന്ന പൈസ മാത്രം ചെലവാക്കിയിട്ട് ഈ വീടുകളിലൊക്കെ കയറിയിട്ട് ചില ആളുകൾ പറഞ്ഞു അവർ പള്ളിയിൽ കയറി കടന്നിറങ്ങാറുണ്ട്. അവർ ക്ഷീണിച്ചുകൊണ്ട് ചൂടിനെ സഹിക്കാതെ സ്ഥാപനത്തിലെ മക്കള് പള്ളികളിലൊക്കെ കിടക്കുമ്പോ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു കൊണ്ടുപോയ രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ ഔപചാരിക വേണ്ടിയല്ല, അവരെന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്, എന്റെ മക്കളാണ്, നമ്മൾ വളർത്തുന്ന മക്കളാണ്. അല്ലാഹു തആല അവർക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അതേ പ്രകാരം തന്നെ 400ഓളം വരുന്ന
പഠിക്കുന്നതായിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, അതിൽ കല്ലുവെട്ടുന്ന കൽപ്പണിക്കാരൻ മുതൽ സിവിൽ ഏവിയേഷൻ പഠിക്കുന്നതായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളുടെ കഠിനമായിരിക്കുന്ന പ്രവർത്തനമാണ് ഈ കാണുന്നതായിരിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ. വിദേശങ്ങളിലും നാടുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ട മക്കളുടെ വിയർപ്പിന്റെ അനന്തരഫലമാണ്. അവരാണ് ഈ സ്ഥാപനത്തിന്റെ ബി ടീം. രണ്ടാമത്തെ ടീം അവരാണ്. അവരുടെ അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പൈസ ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു കോണ്ടക്ടറും ഒരു എഞ്ചിനീയറും ഉണ്ട് ഇവിടെ. പാവുക്കുത്ത് അലി ഹാജിയുടെ മകൻ അബൂബക്കർ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളിപ്പോ കയറി വരുമ്പോ കാണുന്ന ആ പള്ളിയുടെ മുന്നിൽ കാണുന്ന പണികളും ആ സംവിധാനങ്ങളും ഒക്കെ ആ ഒരു സുഹൃത്തിന്റെ പ്രവർത്തനമാണ്. പൈസ വൈകുന്നേരം പണിക്കാർക്ക് കൊടുക്കാനില്ലെങ്കിൽ അതും നീ തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ജാതി മതഭേദമന്യേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, അടുക്കളയിൽ ജോലി ചെയ്യുന്ന, ഇപ്പൊ അടുക്കളയിൽ ഭക്ഷണം വെക്കുന്ന ആള് ശമ്പളത്തിന് വേണ്ടിയല്ല, കൂലിക്ക് വേണ്ടിയല്ല, ഞാനവിടെ വന്ന് വെറുതെ ഭക്ഷണം വെക്കുകയാണ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആളുകളൊക്കെ ഭാഷ കൊണ്ട്, വർത്താനം കൊണ്ട്, നാവ് കൊണ്ട് സ്വാഗതം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യാത്ര ചെയ്യാനും ഇരിക്കാനും നടക്കാനും പറ്റാത്ത ഒരുപാട് ആളുകൾ ഈ വേദിയിലുണ്ട്. അവർക്കൊക്കെ ഞാൻ സ്വാഗതം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ 25ാമത്തെ വർഷം എത്തിയപ്പോ ഈ സ്ഥാപനത്തിന് ഒരുപാട് മൈലേജ് തന്ന എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഒരുപാട് മൈലേജ് അവർ തന്നു ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്. അവഗണിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായി കുപ്പായമിടാത്ത മാനമുസ്ലിയാരുടെ പേരിലുള്ളതായിരിക്കുന്ന ഗോപുരം ഉയർന്നു നിൽക്കുന്നു എന്ന് ഈ സമൂഹത്തിന് മനസ്സിലാക്കേണ്ടി വന്നു. ആ തിരിച്ചറിവ് നൽകിയത് എന്റെ പ്രിയപ്പെട്ട ഈ മാധ്യമ സുഹൃത്തുക്കളാണ്. അവർക്കും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലൈറ്റ്, സൗണ്ട്, സ്റ്റേജ് തുടങ്ങിയതായിരിക്കുന്ന വിവിധ സംവിധാനങ്ങൾ, വെള്ളം കൊടുത്തവർ, ഭക്ഷണം കൊടുത്തുന്നവർ, ഈ പരിശുദ്ധമായ സംവിധാനത്തെ സന്തോഷത്തോടെ കൂടെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കൾ, കുണ്ടുവെട്ടിക്കളത്തിൽ നാരായണൻ നായരുടെ 25 സെന്റ് സ്ഥലം, 5 ഏക്കർ പൈസ കൊടുത്ത് 25 സെന്റ് സ്ഥലം ബഹുമാനപ്പെട്ട കുണ്ടുകളത്തിൽ നാരായണൻകുട്ടി നായർ അദ്ദേഹം സംഭാവന ചെയ്ത ആ മഹിതമായ മാതൃക, ബഹുമാനപ്പെട്ട മതസംഹിതയുടെ പരിശുദ്ധമായിരിക്കുന്ന സംഹിത നമുക്ക് പഠിപ്പിച്ചു തന്ന നാരായണൻകുട്ടി നായർ, അവരുടെ സമുദായം ഇതിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടികൾ സ്കൂളിൽ വരുമ്പോ എവിടെങ്കിലും കണ്ടാൽ അവർ കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് കൊടുനാക്കി പറയും, ഇവരെ ശിക്ഷിക്കരുത്. അത് വാത്സല്യമാണ്, അത് സ്നേഹമാണ്, ഇതര സമുദായത്തിന്റെ വാത്സല്യമാണ്. എല്ലാ സംവിധാനങ്ങളും എല്ലാ വാത്സല്യങ്ങളും ഏറ്റുവാങ്ങിയ പരിശുദ്ധമായ സ്ഥാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട CK മാണിയൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരുടെ പേരാണ്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. എന്താണ് ഇതെന്താ? അൽഹംദുലില്ലാഹ് 3 ആജിമാർ ഇവിടെ ഉണ്ട്, ഒരെപ്പോഴും ഇവിടെ ഉണ്ട്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും. ഞാനിപ്പോ പിരിക്കാൻ നിൽക്കല്ല, ആരും കൊണ്ട് പേരും ചെയ്യരുത്, അവിടെ നീക്കും ചെയ്യരുത്. ഇവിടെ അതല്ല പരിപാടി. തിരുവപ്പടില്ല, കായ് വേണം, ഉറപ്പാ. 9.5 ലക്ഷം ഉറുപ്പിയാണ് റമളാൻ 1 ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഈ വർഷത്തെ പരിശുദ്ധമായ റമളാൻ 1 ളുഹർ നിസ്കരിക്കാൻ നിങ്ങളാൽ കഴിയുന്ന സ്ക്വയർ ഫീറ്റുമായി നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഇപ്പൊ പൈസയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ ഒരു നിയ്യത്ത് മാത്രമേ വേണ്ടുള്ളൂ. വേണേ കുട്ടികൾ കൊണ്ടുവരുന്ന കടലാസിൽ അത് എഴുതി വെച്ചോ. ബഹുമാനപ്പെട്ട കുട്ടിപ്പ ഹാജി 100 സ്ക്വയർ ഫീറ്റ്, ബഹുമാനപ്പെട്ട അബ്ദു ഹാജി 100 സ്ക്വയർ ഫീറ്റ്, ബഹുമാനപ്പെട്ട ബീരാൻ ഹാജി 100 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഈ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. സന്തോഷം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഞാൻ വഴിമാറുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം അൻവരി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുണ്ട്, ഞാൻ മറന്നുപോകാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ വിജയത്തിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇനിയും ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. فاضل الفضلاء سيد السادة ملجأ الأمة قائد القوم منار الإسلام نائب رئيس جمعية العلماء لأموم كيدلة ورئيس جامعة رحيمية سماحة الشيخ السيد حيدر علي شهاب يلقي خطبته الافتتاحية فليتفضل مشكورا. വർഗീയതയുടെ ചെറുതീപ്പൊരി പോലും വീഴാൻ അനുവദിക്കാതെ കേരള ജനതയ്ക്ക് കാവലൊരുക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ സൂപ്പർ അംബാസഡർ
വിഷാദ ചിന്തയാൽ മനമെരിഞ്ഞ് ജീവിത സൗഖ്യം നഷ്ടപ്പെട്ട നവമനുഷ്യർക്ക് ആത്മീയതയുടെ ജീവവായു പകർന്നു നൽകി തലമുറകളുടെ വിളക്കുമാടമായി ജ്വലിക്കുന്ന കടലുണ്ടി പുഴയോരത്തെ സാർവ പ്രശ്ന പരിഹാര കേന്ദ്രം കൊടപ്പനക്കൽ തറവാട്ടിലെ ചാന്ദ്രമാനസനായ ആത്മീയ നേതാവ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷർ, ജാമിയ റഹീമിയുടെ പ്രസിഡന്റ് ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. കൈരളിയുടെ സ്നേഹഭാജനത്തെ സർവാദരവുകളോടെയും പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. സമാധാനിയായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശൈഖുന കമ്പന്തുളി മുഹമ്മദ് മുസ്ലിയാർ അവർകളെ, ബഹുമാനമുള്ള സൈൽവി ദാലിം, ബഹുവനിരായ നമ്മുടെ സയ്യിദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉണ്ണിക്കോയത്തങ്ങൾ, ഗുരുകമ്പലം KPC തങ്ങൾ, CKM സാദിഖ് മുസ്ലിയാർ, ബഹുമാനമുള്ള നമ്മുടെ അഹമ്മദ് മുസ്ലിയാർ മാണിയൂർ, നെല്ലായ കുഞ്ഞുമാ മുസ്ലിയാർ, സയ്യിദ് പിച്ചുകോയത്തങ്ങൾ, ആലി മുസ്ലിയാർ ആരാമംഗലം, TP മുഹമ്മദ് മുസ്ലിയാർ, യൂസഫ് മുസ്ലിയാർ ഇരുമ്പഴി, അബ്ദുൽ കരീം പ്രിൻസ്, CA കരീം, ഉസ്മാൻ ദാരിമി, EK അബൂബക്കർ ഫൈസി, മുഹമ്മദ് കോയ, കുട്ടിപ്പ ഹാജി, നമ്മുടെ അബ്ദു ഹാജി, അതേപോലെ തന്നെ ബീരാൻ ഹാജി, നമ്മുടെ മാരാമംഗലം മാസം മറ്റ് സ്റ്റേജിലും വേദിയിലുമെല്ലാം തന്നെ ഉപേക്ഷരായ ഉലമാക്കൾ, മറാക്കൾ, സാദാത്തുക്കളെ, ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ, ഈ വർഷം സനത് വാങ്ങുന്ന യുവ പണ്ഡിത പര്യർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജാമിയ റഹീമിയ മഹാനായ മാൻ മുസ്ലിയാർ നഗർ, അവരോടൊപ്പം നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. രണ്ടാം സനതാണ് സിൽവർ ജൂബിലി. മമ്മി ഹാജിയെല്ലാം ഇവിടെ മുന്നിൽ ഇരുന്നു കൊണ്ടിരിക്കുക. ഈ സ്ഥാപനത്തെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എത്രയോ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചുപോയി വിവിധ മണ്ഡലങ്ങളിൽ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ, ദീനീ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇവിടെ നിന്ന് സന്നദ്ധമാകുന്ന ഈ യുവ പണ്ഡിതർക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുവാൻ, അവർ ചെല്ലുന്ന മഹല്ലുകളിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചം വീശുവാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇൽമിൻ്റെ നിറകുടമാണ്, അറിവിൻ്റെ കേന്ദ്രമാണ്, അള്ളാഹുവിൻ്റെ നൂറാകുന്ന പ്രകാശമാകുന്ന ഇൽമ, ദീനീ വിജ്ഞാനം, അല്ലെങ്കിൽ ഹയാത്തുൽ ഇസ്ലാം, ഐമാദുദ്ദീൻ, ഇസ്ലാമിൻ്റെ ജീവൻ, അതാണ് വിജ്ഞാനം. അറിവില്ലെങ്കിൽ നാം ഒന്നുമല്ലാത്തവരായിട്ട് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു, സംസ്കാര സമ്പന്നരാക്കി തീർക്കുന്നു, എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് നന്മയിലേക്ക് ഈ സമൂഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ്, ഇവിടെ കരുത്തുറ്റ ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികരമാക്കിക്കൊണ്ടിരിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കേന്ദ്രങ്ങളിലും വിവിധ തരത്തിലും അതിനെല്ലാം തന്നെ പ്രതികരിക്കുവാൻ, ശരിയായ ധാരണ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള എല്ലാ ഭാഷകളിലും പാണ്ഡിത്യമുള്ള ശരീഅത്ത്, ഖുർആൻ, ഹദീസ്, ഫിഖ്, താരിഖ് പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ട് പുറത്തിറങ്ങി നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ സമ്പത്തായിക്കൊണ്ടാണ് ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന ഈ വിദ്യാർത്ഥികൾ നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അധികമായൊന്നും ഇവിടെ പറയേണ്ടതില്ല.
ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ഇതിനു വേണ്ടി സഹായിക്കുന്ന ധാരാളം ആളുകളെ അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയും ഇതിന് ധാരാളം പണം, സമ്പത്ത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയെന്നെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കുവാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി ഞാൻ ഓർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ കച്ചവടം മറ്റു കാര്യത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മളെയും എല്ലാ രോഗത്തെയും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരിച്ചവരുടെയും നമ്മുടെയും ദോഷത്തെ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മയും അവരെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. പല സാദാത്തുക്കളുടെയും എല്ലാം പേരോട് ഉന്നയിക്കുകയുണ്ടായി. അവർക്കെല്ലാം അള്ളാഹു മർഹമത്ത് നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കും ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. പണ്ഡിത സാമ്രാജ്യത്തിലെ ജ്യോതിർഗോളം അനിതര സാധാരണ ദൈക്ഷണിക കരുത്തിൽ കർമ്മശാസ്ത്ര സങ്കീർണതകൾ കെട്ടടിച്ച് ശ്രദ്ധേയരായ സർവാംഗീകാരം ഏറ്റുവാങ്ങിയ പണ്ഡിത പ്രതിഭ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ മതവിജ്ഞാനത്തിന്റെ തേനറകൾ തുറന്നു ആയിരങ്ങളുടെ രാജ്യസ്നേഹവും പരിപക്വ വ്യക്തിത്വവും ഉൾച്ചേർന്ന വ്യക്തിപ്രഭാവം കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ രാജ്യപാത തീർത്ത കർമ്മയോഗി ഷേഖുന കമ്പൻതൊടി മുഹമ്മദ് മുസ്ലിയാരെ ജാമിയ റഹീമിയക്കു വേണ്ടി സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നായകർ പാണക്കാട് സയ്യിദ് ഹജ്ജലി ശിഹാബ് തങ്ങൾ ആദരിക്കുന്നു. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പാരമ്പര്യത്തിന്റെ അടിവേരുകളിൽ ഭദ്രമായി നിലകൊണ്ട് ഗ്ലോബലൈസേഷൻ കാലഘട്ടത്തിന്റെ അനന്ത സാധ്യതകൾ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി പാശ്ചാത്യവൽക്കരണത്തിന്റെ തിമിരബാധയേൽക്കാതെ മതഭൗതിക വിദ്യകളെ ശാസ്ത്രീയമായി സംയോജിപ്പിച്ച് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാകപ്പെട്ട പണ്ഡിതരെ സാംസ്കാരിക കൈരളിക്ക് സമ്മാനിച്ച് സമുദായത്തിന്റെ കടാവിളക്കായി ജ്വലിക്കുന്ന അക്ഷരഗോപുരം ജാമിയ റഹീമിയയിലെ തീവ്ര പഠന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിനായി പുറത്തിറങ്ങുന്ന നവ റഹീമികൾക്കുള്ള സന്നദ്ധദാന കർമ്മം മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നായകർ പാണക്കാട് സയ്യിദ് ഹജ്ജലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ ക്രമമായി വരിക. മൗലവി ഫാദിൽ അഷ്റഫ് അലി ബിൻ മുഹമ്മദ് റഹീമി. മൗലവി ഫാദിൽ മൊയ്തുട്ടി റഹീമി. മൗലവി ഫാദിൽ മുഹമ്മദ് ഷാഫി റഹീമി. മൗലവി ഫാദിൽ അലി അക്ബർ റഹീമി. മൗലവി ഫാദിൽ മുഹമ്മദ് സലാഹുദ്ദീൻ റഹീമി. മൗലവി ഫാദിൽ ഷൗക്കത്ത് അലി റഹീമി.
മൗലവി ഫാദിൽ മുഹമ്മദ് കുട്ടി റഹീമി, മൗലവി ഫാദിൽ അബ്ദുൽ ഹമീദ് റഹീമി, മൗലവി ഫാദിൽ അബൂബക്കർ സിദ്ദീഖ് റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഷമീർ റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഷാഫി റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ റഹീമി, മൗലവി ഫാദിൽ അബ്ദുൽ ഹഖ് റഹീമി, മൗലവി ഫാദിൽ ഷൗക്കത്ത് അലി റഹീമി, മൗലവി ഫാദിൽ ജഅഫർ റഹീമി, മൗലവി ഫാദിൽ അബ്ദുൽ ബാസിത്ത് റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഹനീഫ് റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് റഫീഖ് റഹീമി, മൗലവി ഫാദിൽ സെയ്ദ് അലവി റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് റഹീമി, മൗലവി ഫാദിൽ അബ്ദുറഹ്മാൻ റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഷാഫി റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് റിയാസ് റഹീമി, മൗലവി ഫാദിൽ ജഅഫർ റഹീമി, മൗലവി ഫാദിൽ ജഅഫർ റഹീമി, മൗലവി ഫാദിൽ ഹസൻ റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ബഷീർ റഹീമി, മൗലവി ഫാദിൽ സെയ്ദ് അലവി റഹീമി. വിദ്യാർത്ഥികളില്ലാത്തവർ അവരുടെ രക്ഷിതാക്കൾ വന്ന് വേഗം ഷഹാദ വാങ്ങണം. രക്ഷിതാക്കളും സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തുക. മൗലവി ഫാദിൽ സെയ്ദ് അലവി റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഷഫീഖ് റഹീമി, മൗലവി ഫാദിൽ ജൗഹർ റഹീമി, മൗലവി ഫാദിൽ അലി അഷ്കർ റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് റിയാസ് റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് നൌഫൽ റഹീമി, മൗലവി ഫാദിൽ അബ്ദുർ റഷീദ് റഹീമി, മൗലവി ഫാദിൽ സിറാജുദ്ദീൻ റഹീമി, മൗലവി ഫാദിൽ സൈനുൽ ആബിദ് റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് മുസ്തഫ റഹീമി, മൗലവി ഫാദിൽ അബൂ താഹിർ റഹീമി, മൗലവി ഫാദിൽ ലുഖ്മാനുൽ ഹക്കീം റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് അഫ്സൽ റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് മാലിക് റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് അലി റഹീമി, മൗലവി ഫാദിൽ സിറാജുദ്ദീൻ റഹീമി, മൗലവി ഫാദിൽ ജൗഹർ ബിൻ മൂസ റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് മുസ്തഫ റഹീമി, മൗലവി ഫാദിൽ മുഹമ്മദ് ഷഫീഖ് റഹീമി, മൗലവി ഫാദിൽ സെയ്ദ് അലവി റഹീമി, പവിഴപ്പൺ ചുണ്ടിലൂടെ ഉയർന്നിറങ്ങിയ വചനാമൃതധാര കൊണ്ടും പ്രൗഢമായ പ്രാർത്ഥന കൊണ്ടും സന്നദ്ധദാന നിർവഹണം കൊണ്ടും ജാമിയ റഹീമിയുടെ 25ാം വാർഷിക 2ാം സന്നദ്ധദാന സമ്മേളനത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ മുസ്ലിം ഉമ്മത്തിന്റെ നായകർ
പാണക്കാട് സയ്യിദ് ഹൈദുൽ ഷിഹാബ് തങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും വിധേയത്വവും അറിയിക്കുന്നു. സനദ്ദാന പ്രഭാഷണത്തിന്റെ തൊട്ടു മുമ്പ് തികഞ്ഞ പാണ്ഡിത്യത്തിലും വിനയം അലങ്കാരമാക്കിയ പണ്ഡിത പ്രതിഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സാദരം അധ്യക്ഷന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. പാണ്ഡിത്യവും ആത്മധൈര്യവും സമകാലിക വിഷയങ്ങളിലെ ഉൾക്കാഴ്ചയും കൊണ്ട് കേരളീയ മുസ്ലിം മുഖ്യധാരയെ ഏകോപിപ്പിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷറർ അഹ്ലുൽ ബൈത്തിലെ സ്നേഹ സാന്നിധ്യം ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ സനദ്ദാന പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സർവാദരവുകളോടെയും അധ്യക്ഷന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منه وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والله أعلم وحيث يجعل رسالة صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله. വേദിയിൽ ഉപവിഷ്ടരായ ഈ മഹത്താവുന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ കരുവമ്പലം, ബഹുമാനപ്പെട്ട KPC സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം KPC തങ്ങൾ അവർകൾ, ഇമ്പിച്ചുകോയ തങ്ങൾ ലക്കിടി, ഈ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ അംഗം കൂടിയായ നാരായമംഗലം കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും കണ്ണൂർ ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട സുഹൃത്ത് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, മറ്റ് തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, നേതാക്കൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സുന്നി യുവൻ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂർ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സമ്മേളിച്ച ബഹുമാനമുള്ള പണ്ഡിതന്മാർ, മുഅ്മിനുകൾ, ബഹുമാനമുള്ളവരെ, ഒരു സുദീർഘമായ ഒരു സന്നദ്ധാനത്തിന് വേണ്ടി ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരാവുന്ന പല ഉസ്താദന്മാർക്കും ട്രെയിനിനും മറ്റുമൊക്കെ പോകാനുള്ളതുകൊണ്ട് അവരെയൊക്കെ ഒരു ചെറിയ പ്രസംഗമെങ്കിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവർക്കൊക്കെ പ്രസംഗിക്കാനുള്ള സമയം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം. ആ നിലക്ക് പ്രസംഗം നീട്ടിപ്പോവുക എന്നുള്ളത് ഒരിക്കലും ഒരു യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് ഈ സന്നദ്ധാനം ഇവിടുന്ന് ഏറ്റുവാങ്ങിയ മഹാന്മാരാവുന്ന ഈ പണ്ഡിതന്മാരോട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം ഉപസംഹരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതിൻ്റെ എല്ലാം പുറമെ ബഹുമാനപ്പെട്ട സയ്യിദ് അൽവി ദാരിമി സൂചിപ്പിച്ചതുപോലെ
ഈ സദസ്സ് ഇവിടുന്ന് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ നടപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായ ഒരു പുതിയ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് ആവശ്യമാവുന്നതായ ധനം ഈ സദസ്സിൽ നിന്ന് നിർബന്ധമായും കിട്ടണം. അത് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരുപാട് മഹാന്മാരാവുന്നതായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, സാദാത്യങ്ങൾ, അവരൊക്കെ പൂർണ്ണമായ അനുവാദത്തോടും അവർക്കൊക്കെയുള്ള പൂർണ്ണമായ സമ്മതത്തോടും അവരെ ആശീർവാദത്തോടു കൂടിയൊക്കെ തുടങ്ങിയതായ സ്ഥാപനമാണത്. നമുക്കറിയാലോ, മരണശേഷം ഇന്ന നബിയന വസാഇറുൽ അംബിയാ വഖദൽ ഔലിയാഹു വശുഹദാ ഉദിന ലഹും ഫിൽ ഖുറൂജി മിൻ ഖുബൂരിഹിം വതസറുഫി ഫിൽ ആലമിൽ ഉൽവി വസുഫ്ലി. അപ്പോൾ മഹാന്മാരാവുന്ന ആളുകൾ അവരെ മരണശേഷവും അവർക്കുള്ളതായ വിശുദ്ധാത്മാക്കൾ ഇവിടെ ലോകത്ത് മുഴുവനും സഞ്ചരിച്ച് ഇവിടുത്തെ ഭൗതികവും പാരത്രികവുമാവുന്ന സർവ്വ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമുക്ക് ഉറപ്പാണ്, ബഹുമാനപ്പെട്ട ഇതിൻ്റെ സെക്രട്ടറി സയ്യിദ് അലവി ദാരിമി സൂചിപ്പിച്ചതുപോലെ ഈ പ്രസംഗം, ഈ സമ്മേളനം ഇത് അവസാനിക്കുന്നതിൻ്റെ മുമ്പായി കൊണ്ടിട്ട് ഇതിന് ആവശ്യമാവുന്നതായ തുക അത് തീർച്ചയായിട്ടും ഇവിടുന്ന് ലഭിക്കും, യാതൊരു സംശയമില്ല. ഏതായാലും മഹാന്മാരാവുന്ന ഇവിടുന്ന് സ്ഥലത്ത് വാങ്ങിയ പണ്ഡിതന്മാർ ഇവര് മനസ്സിലാക്കേണ്ടതായ പ്രധാനമായ ചില കാര്യങ്ങൾ. ഒരു സനദ് ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ ഈ സനദ് നമുക്കറിയാം. നിങ്ങളുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവർക്ക് അവരെ ഉസ്താദന്മാർ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്നതായ, അങ്ങനെ മഹാനാവുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് മുട്ടുന്ന ഒരു ഈ വിശുദ്ധമാവുന്ന ശരീഅത്തിന്റെ ഒരു വലിയൊരു അനുമതി പത്രമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഉണ്ടായേ തീരും. അതില്ലാത്തതാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നതായ ദോഷം. നമ്മുടെ ഈ ദാഴികളാവുന്ന ആളുകൾ ദഅവത്തിന് വേണ്ടി ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ദഅവത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം ഇവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ അത് വേണ്ടതുപോലെ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ദഅവത്ത് ചെയ്യുന്ന ദാഴിയിൽ ഉണ്ടാവേണ്ടതായ നിർബന്ധമായ ചില സ്വഭാവങ്ങളും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ, ഇല്ലൻ യകുനിൽ ഔലിയാഉ ഉലമാ അലില്ലാ ഫമനിൽ വലി. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഇവിടെ ലോകത്ത് അല്ലാഹുവിനിക്ക് ആരാണ് വലിയെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇവിടെ നമ്മൾ പണ്ഡിതന്മാരെന്ന് പറയുന്ന എല്ലാവരും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നല്ല. പിന്നെന്താ വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു പണ്ഡിതന് ഉണ്ടാവേണ്ട സ്വഭാവം, അവനിലുള്ള ഇൽമ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇർഫായി കിട്ടിയതായ ഇൽമാണെന്ന് അവൻ അവകാശപ്പെടണമെന്നുണ്ടെങ്കിൽ അവനിൽ വിലായത്തിന്റെ സ്വഭാവം ഉണ്ടാവണം. ആ വിലായത്തിന്റെ സ്വഭാവം അവനിൽ ഉണ്ടായാലേ അവന്റെ ഇൽമു കൊണ്ടിട്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ ഗുണങ്ങളുണ്ടാവും. ഒരു പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതനിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് വിശുദ്ധമാവുന്നതായ ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മഹാനാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഹജ്ജിന് വന്നപ്പോൾ ആ പെണ്ണ് സംസാരിക്കേണ്ടെന്ന് നേർച്ചയാക്കി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആരോ ചെന്ന് പറഞ്ഞു, ഒരു പെണ്ണ് ഇവിടെ ഹജ്ജിന് വന്നിട്ടുണ്ട്, ഇവള് സംസാരിക്കേണ്ടെന്നാണ് നേർച്ചയാക്കി വന്നതാ, ഇവളൊന്നും മിണ്ടണില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവളെ വിളിപ്പിച്ചിട്ട് ഇജാതി നേർച്ചൊന്നും വേണ്ട, പെണ്ണായിക്ക് സംസാരിച്ചോന്ന് പറഞ്ഞു. അപ്പൊ അവള് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോൾ ഇവള് വല്ലാതെ സംസാരിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇവളൊരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞുപോയി, നിന്നെ സംസാരിപ്പിക്കേണ്ടില്ലായിരുന്നു, ഇന്നകില സഊൽ, നീ വല്ലാത്തൊരു വർത്താനക്കാരത്തിയാണല്ലോ, നീ ചോദിക്കാനെ അവൻ നിന്നെ സംസാരിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നിപ്പോയി.
അവൾ ആ ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവൾ ചോദിച്ചു, മാ ബഖാഹുന അലാ ഹാദദ്ദീൻ അല്ലദീ ജാഅ ബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഈ വിശുദ്ധമായ ഈ ദീനുണ്ടല്ലോ, ഈ ദീനുമ്മ തന്നെയാണ് ഞങ്ങളുള്ളത്. അത് ഞങ്ങൾ മനസ്സിലാക്കാനുള്ള അതിൻ്റെ ഒരു അടയാളം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് പറഞ്ഞ മറുപടി, ബഖാഹുക്കും അലൈഹി മസ്തഖാമത്ത് ബിക്കും അഇമ്മത്തുക്കും. നിങ്ങൾ ആ ദീനുമ്മ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ നിങ്ങളുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽ ഉണ്ടാവേണ്ടതായ സ്വഭാവമാണ് ഇസ്തിഖാമത്ത്. കാരണം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങൾ എന്ന് പറയണമെങ്കിൽ അമ്പിയാക്കന്മാരിൽ നിന്നിട്ട് വറാസത്തിനെ സ്വീകരിക്കാൻ ആവശ്യമാവുന്നതായ അവരിലേക്ക് മുട്ടണ, അവരിലേക്ക് ചെന്നു ചേരാൻ പറ്റുന്നതായ ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവണം. ആ അവസ്ഥയാണ് ഇസ്തിഖാമത്ത്. അല്ലാതെ എല്ലാ പണ്ഡിതന്മാരും അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങൾ എന്നല്ല. ഒരാൾ കിതാബ് ദർസെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് അവൻ അമ്പിയാക്കന്മാരെ വറാസത്താവുന്ന ഇൽമ അവന് കിട്ടിയെന്ന് അവകാശപ്പെടാൻ പറ്റൂല. ഇവിടെ കുറെ പ്രസംഗിച്ച് നടന്നുകൊണ്ട് അവർ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണെന്ന് പറയാൻ പറ്റൂല. ഇവിടെ മറ്റുള്ള ഒരു പണ്ഡിതൻ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്തുകൊണ്ടിട്ട് അവൻ അമ്പിയാക്കന്മാരുടെ വറാസത്തുള്ളതായ ഇൽമ അവൻക്ക് കിട്ടിയെന്നുള്ളത് അവകാശപ്പെടാൻ പറ്റൂല. അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാവുന്ന ഇൽമ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? റിസാലത്തിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ അടിസ്ഥാന ഗുണങ്ങൾ, ആ ഗുണങ്ങൾ എന്താണെന്ന് പരിശോധിക്കണം. അല്ലാഹു അഅലമു ഹൈസു യജഅൽ റിസാലത. അല്ലാഹുവിന് അറിയാം റിസാലത്തിനെ എവിടെ കൊണ്ടുപോയി വെക്കണം. റിസാലത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചും കൊണ്ട് മനുഷ്യർക്ക് നൽകുന്നതായ ബഹുമതികളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ ബഹുമതിയാണ്. അതിനേക്കാൾ വലിയൊരു ബഹുമതി ഈ ലോകത്തില്ല, നുബുവത്ത് റിസാലത്ത്. ആ റിസാലത്ത് ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാപ്പമാരെ തന്നെ വിശുദ്ധന്മാരാക്കി കൊണ്ടുവരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒരു നബിയാവുന്നതായ ഒരാളുടെ വാപ്പമാരെ ആ ശൃംഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ മുവഹിദീങ്ങളായിരിക്കും. തൗഹീദിന്റെ മേലല്ലാത്ത ഒരു വാപ്പമാരും ഒരു അമ്പിയാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? അല്ലാഹുവിന്റെ വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത് വളരെ മുഖദ്ദസത്താവുന്ന, വളരെ മുബാറക്കത്താവുന്ന, വളരെ വിശുദ്ധമാക്കപ്പെട്ടതായ ഒന്നാണ്. അത് ഏറ്റെടുക്കണം. ഇപ്പൊ നമ്മൾ മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങള് ഈ നിലക്കൊക്കെ മൂപ്പര് ഉയരാനുള്ള കാരണം എന്താ? അവരെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ മൂപ്പര് ഒന്നിരിക്കല് ഫലസ്തീനുള്ള വസയിലാണ് ജനിച്ചതെന്നോ അല്ലെങ്കിൽ അസ്കലാനിലാണ്, എവിടെയാണെങ്കിലും ഈ രണ്ട് രാജ്യത്തിനെ പറ്റിയും മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതാ ഹുമാ ബൽദത്താനി മുഖദ്ദസത്താനി. ഈ രണ്ട് രാജ്യങ്ങളും വളരെ വിശുദ്ധമാവുന്നതായ രാജ്യങ്ങളാണ്. അപ്പൊ അവരെ ജനനം തന്നെ വിശുദ്ധമായ സ്ഥലത്താവണമെന്നാ. ഒരു നബിന്റെ ജനനം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അവസരത്തിൽ പറഞ്ഞു, സ്വല്ലിയാഹുനാ റക്അത്തൈൻ, നബിയെ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കും. എന്താ നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ കാരണം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹാദാ വാദിൻ മുബാറക്, ഇത് വളരെ വിശുദ്ധമായതായ ഒരു വാദിയാണ്. ഹാദാ ബൈത്തുൽ ലഹമിൻ, ഇത് ബൈത്തുൽ ലഹമാണ്. ഫീഹി ഉലിദ ഈസ, ഇവിടെയാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടത്. നോക്ക്, ഒരു നബിനെ പ്രസവിക്കപ്പെടുന്നതായ ആ പ്രദേശം അത് വിശുദ്ധമായിരിക്കും എന്നതുപോലെ ഒരു അല്ലാഹുവിന്റെ ഒരു മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, ഈ മഹാനാവുന്നതായ ശാഫിഈ ഇമാം തങ്ങൾ, അവർക്കുള്ളതായ ഇൽമു ഇത്ര വികസിച്ച് വളർന്ന് ഖദ്ദിമു ഖുറൈശൻ വ തഅല്ലമു മിൻ ഖുറൈശി എന്ന് പറഞ്ഞ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങളാണെന്ന് മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഷാഫി ഇമാമിന്റെ മുമ്പോ ഷാഫി ഇമാമിന്റെ മുമ്പോ അങ്ങനത്തെ ഒരു പണ്ഡിതവഴ ഉണ്ടായിട്ടില്ല. ഷാഫി ഇമാമ് ജനിക്കപ്പെട്ടതായ ആ സ്ഥലത്തിനെ പറ്റി വിശേഷിപ്പിച്ചു വലദത്താനി മുഖദ്ദസത്താൻ. ഏത് രാജ്യമായാലും വേണ്ടില്ല, അത് വസയാവട്ടെ അസ്കലാനാവട്ടെ, രണ്ടും ഏതാണെങ്കിലും അത് രണ്ടും മുഖദ്ദസത്താവുന്നതായ പ്രദേശങ്ങളാണ്. അപ്പൊ വിശുദ്ധമാവുന്നതായ ഈ ഇൽമിനെ ഏറ്റെടുക്കേണ്ടതായ ആളുകൾ, ഈ ഇൽമിനെയാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ ഏറ്റെടുത്തത്.
അവർക്ക് അവരെ വാപ്പമാരുള്ളതായ വിശുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു. ഒരാൾക്ക് എന്തെങ്കിലും അധ്വാനിച്ചിട്ട് കൈവരിക്കാൻ കഴിയണം എന്നല്ല നുബുവത്ത് എന്നുള്ളത്. ഒരു മനുഷ്യന് അവന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും നുബുവത്ത് അവന് കിട്ടില്ല. അത് നുബുവത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന വ്യക്തികളെ അസൽ അല്ലാഹു തീരുമാനിച്ചു. ആ വ്യക്തികൾക്ക് ഉണ്ടാവേണ്ട ഗുണമാണ് അവരെ ഉമ്മമാരും അവരെ വാപ്പന്മാരൊക്കെ വിശുദ്ധവതികളാവണം. അങ്ങനത്തെ വിശുദ്ധവതികളിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ശേഷം പെടുന്നൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുക്കുകയല്ല, അല്ലെങ്കിൽ പെടുന്നൻ അല്ലാഹു റിസാലത്ത് കൊടുക്കുകയല്ല. ഈ വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിനെ അവര് ലൗഹിലേക്ക് നോക്കിക്കൊണ്ടിട്ട് അതിനെ കണ്ട് മനസ്സിലാക്കാനുള്ളതായ ഒരു പക്വത, ഒരു അവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ടോ, ആ നിലക്ക് അവർക്കുള്ള ഹൃദയം വിശുദ്ധമായിക്കണമെന്നുള്ള പരിശോധന നടത്തണം. ലൗഹിലേക്ക് നോക്കിയിട്ട് വിശുദ്ധമാവുന്നതായ ശരീഅത്തിന്റെ ഉലൂമുകൾ, അവിടെ രേഖപ്പെടുത്തപ്പെട്ട ആ ഉലൂമുകളെ ലൗഹിലേക്ക് നോക്കിയിട്ട് അതിനെ മനസ്സിലാക്കാൻ ഉള്ളതായ ഒരു അവസ്ഥയിൽ അവർ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തുക. ആ നിലക്ക് അവരെ ഹൃദയത്തിലേക്ക് വിശുദ്ധി ഉണ്ടാകുന്നുള്ളത് പരിശോധിക്കുകയാണ്. എന്നതിന്റെ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ അമ്പിയാക്കന്മാർക്കും അല്ലാഹു നുബുവത്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ടിട്ട്? ആ ലൗഹുമായുള്ളതായ അവരെ കണക്ഷൻ അത്രമാത്രമാണ്. നമുക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് ഒക്കെ കണ്ടില്ലേ, അവര് ലൗഹിലേക്കുള്ളതായ ബന്ധം വളരെ സുശക്തമായ ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക്. ഉമർ ബിൻ ഖത്താബ് തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരിൽപ്പെട്ടതായ സൗദ ബീവി റളിയല്ലാഹു തആല അൻഹ അവസരത്തിൽ പുറത്തിറങ്ങിയപ്പോ സൗദ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളെ അതിനെ ഉദ്ധരിക്കണതിനെങ്ങനെ? ഖദ് അറഫ്നാകി യാ സൗദ, സൗദേ നീ സൗദിയാണെന്ന് നമുക്ക് മനസ്സിലായി. വകാന റആഹ ഖബല ഹിജാബ്, പെണ്ണുങ്ങൾ മുഖം മറച്ചും കൊണ്ട് ഇറങ്ങണം, അവർക്കുള്ളതായ വസ്ത്രങ്ങളെ താഴ്ത്തിയിടണം. അന്യ ആണുങ്ങൾ കാണുകയാണെങ്കിൽ മുഖം മറക്കാനേ വേണം. അങ്ങനെ തന്നെയാണ് മസല മഹാന്മാരാവുന്ന ഫുഖഹാവ് രേഖപ്പെടുത്തിയത്. എന്നതായ കൽപ്പന വരുന്നതിന്റെ മുമ്പ് സൗദ റളിയല്ലാഹു തആല അൻഹനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാണാറുണ്ടായിരുന്നു. ഹിജാബ് എന്ന് പറഞ്ഞാൽ 2-3 ഘട്ടങ്ങളായിട്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു സൗദ റളിയല്ലാഹു തആല അൻഹനെ കാണലുണ്ടായിരുന്നു. പക്ഷേ കണ്ടതുകൊണ്ട് ഇപ്പൊ മറച്ച പെണ്ണ് ഇതാണെന്ന് എങ്ങനെ മനസ്സിലാവില്ലല്ലോ. അതിന് പറയാണ് വകാനത്തി ഇംറഅത്തുൻ തദീലത്തൻ, ഈ സൗദ ഒരു വളരെ നീളമുള്ള ബീവിയായിരുന്നു. അപ്പോൾ ഉമർ ബിൻ ഖത്താബിന് ഇതൊക്കെ മറച്ചു വന്നാലും ഈ പെണ്ണുങ്ങളെ കൂടത്തിൽ ഇത്ര നീളമുള്ളതായ വേറെ ബീവിയില്ല, ഇത് സൗദ തന്നെയാണ്. അതാണ് ഖദ് അറഫ്നാകി യാ സൗദ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെന്നു ഉമർ ബിൻ ഖത്താബ്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇഹ്തജിബി നിസാഅക്, നബിയെ തങ്ങൾ ഭാര്യമാരോട് വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയണം. ഇത് എന്തിനാണ് പറയാനുള്ള കാരണം എന്നറിയോ? റജാ അൻ യൻസിലൽ ഹിജാബ്, ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ആ ഹിജാബ് ഇറങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട്. എന്താ ആ ഹിജാബ് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ? ഉമർ ബിൻ ഖത്താബ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു ആലിമിന്, ഒരു പണ്ഡിതൻ ഉണ്ടാവേണ്ടതായ എല്ലാ ഗുണവും ഉമർ ബിൻ ഖത്താബിനൊക്കെ ഉണ്ടായി. അവർക്കുള്ള ആ ഹൃദയത്തിലേക്ക് വിശുദ്ധമാവുന്ന ലൗഹുമായുള്ള ബന്ധം വളരെ സുശക്തമായിരുന്നു. അപ്പൊ ആ ഹിജാബ് ഇറങ്ങണം. ആ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിക്കൊണ്ടിട്ട് ആ ഹിജാബിന്റെ ആയത്തുകൾ അത് ഇറങ്ങുന്നുള്ളത് ഉമർ ബിൻ ഖത്താബിന് ഉറപ്പാണ്. പക്ഷേ റജാ അൻ യൻസില അൽ ഹിജാബ്, ആ ഹിജാബ് ഇറങ്ങണം. ആ ഹിജാബ് എന്ന് പറഞ്ഞാൽ മൂപ്പരെ ആ കണ്ണുകൊണ്ടിട്ട് നോക്കി കണ്ടതായ ആ ആയത്ത്, ലൗഹിലേക്ക് നോക്കി കണ്ട ആയത്ത്, അത് ഇറങ്ങണം ഉമർ ബിൻ ഖത്താബ് ആഗ്രഹിച്ചു. ഇതാണ് ലൗഹുമായുള്ളതായ ബന്ധം. അത് സുശക്തമാണോ എന്നുള്ള പരിശോധന കഴിഞ്ഞതിന്റെ ശേഷം മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കാരണം എന്തിനു വേണ്ടിയാ? അവരെ ഹൃദയം വിശുദ്ധമാണോ? ഒരു വിശുദ്ധമാവുന്ന ഹൃദയത്തിലേക്ക് ഈ വിശുദ്ധമാവുന്ന ശരീഅത്ത് ഇറങ്ങി വരാൻ പറ്റും. അതിലെ ഈ ശരീഅത്തിന്റെ ഉലൂമുകൾ ഇറങ്ങി വരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇർഫായി കിട്ടുന്നതായ ഇൽമ്, ഈ ഇൽമ് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഹൃദയം എന്താവണം? വിശുദ്ധമാവണം. ആ ഹൃദയത്തിൽ എന്താവണം എന്നറിയോ? ആ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈ ഇൽമ്, ആ ഇൽമിന്റെ വളർച്ചയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്നതായ ഒരു സംഭവങ്ങളും ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനെ തൊട്ട് സൂക്ഷിക്കാൻ പരിപൂർണമായിട്ട് അത് സാധാരണക്കാരായ നമ്മൾക്ക് ഒരു 75% സൂക്ഷിക്കാൻ കഴിയണം.
എന്നാലേ നമ്മളിലുള്ളതായ ഇൽമ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇർഫായി കിട്ടിയതായ ഇൽമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ടിട്ടാണ് പണ്ഡിതന്മാരാവുന്ന ദാഴികളാവുന്ന മതപ്രബോധന രംഗത്ത് പ്രവർത്തിക്കണ നമുക്കുണ്ടാവേണ്ട. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഇറങ്ങിച്ചെല്ലുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് കള്ളന്മാര് തരീഖത്തിന്റെ ലേബിളിലായിട്ടും പല ബിദഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇറങ്ങി വരുന്ന ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായ ഒരു കാലഘട്ടത്തിലേക്കാണ് അറിയുന്നത്. ഈ വെല്ലുവിളികളെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായത് തഖ്വയാണ്. ആ ഇസ്തിഖാമത്ത് നിങ്ങൾക്കുണ്ടാവണം. ഇസ്തിഖാമത്ത് ഉണ്ടായാൽ മാത്രമേ ആ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് അതാ വേണ്ടത്. ഇൽമു കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഇൽമു എന്താവണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയതായ ഇൽമാവണം എന്നുണ്ടെങ്കിൽ, നബിയുടെ ഇർഫാവുന്ന ഇൽമാവണം എന്നുണ്ടെങ്കിൽ, അമ്പിയാക്കന്മാരിലുണ്ടായ ആ സ്വഭാവം അത് പൂർണ്ണമായി പകർത്താൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ അത് 77% നമ്മളിൽ ആ സ്വഭാവം ഉണ്ടാവണം. അമ്പിയാക്കന്മാർ അവർ മഅസൂമികളാണ്. വഹും മുലാസിമൂന ഹദറത്തുൽ ഖുദുസ്, അവർ സർവ്വസമയത്തും അല്ലാഹുവിന്റെ ഹദറത്തിലാണെന്നുള്ള ബോധത്തിൽ ജീവിക്കണവരാണ്. അപ്പൊ അവരിൽ നിന്ന് ചെറുദോഷവും മന്ദോഷവും ഒന്നും ഉണ്ടാവില്ല. വലൗ സഗീറത്തൻ, അത് ചെറുദോഷാണെങ്കിലും ഉണ്ടാവില്ല. വലൗ സഹ്വൻ, മറന്നും കൊണ്ടാണെങ്കിലും ഉണ്ടാവില്ല. വലൗ ഖബ്ലൻ നുബുവത്തി, നുബുവത്തിന്റെ മുമ്പ് വരെ ഉണ്ടാവില്ല എന്നത്. വലൗ ഖബ്ലൻ നുബുവത്തി, അത് നുബുവത്തിന്റെ മുമ്പാണെങ്കിലും ഉണ്ടാവില്ല. അപ്പൊ നുബുവത്തിന്റെ മുമ്പ് പോലും ഒരു ചെറുദോഷം മറന്നും കൊണ്ടുകൂടി സംഭവിക്കാത്തവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. അവരെ ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളായി കൊണ്ട് കണക്കാക്കണ ദോഷങ്ങൾ മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാരുടെ ശരീഅത്തിൽ ദോഷമായി കണക്കാക്കപ്പെട്ടത്, അല്ലെങ്കിൽ പൊതുസമൂഹം അതിനെ മോശമായി കണക്കാക്കപ്പെടുന്ന സംഗതികൾ, ഇതൊന്നും ഒരു നബിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. നുബുവത്തിന് മുമ്പേ ഉണ്ടാവും. അത്രമാത്രം അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധന്മാരാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ഈ പ്രബോധനം ഉണ്ടല്ലോ, ഈ പ്രബോധനം, ആ പ്രബോധനം കൊണ്ട് കിട്ടേണ്ടതായ ഗുണം അത് പൂർണ്ണമായി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആ ഒരു നിർബന്ധമാണ്, ആ ഒരു അവസ്ഥ നിർബന്ധം. അതാണ് വഹും മുലാസിമൂന ഹദറത്തുൽ ഖുദുസ്, സർവ്വസമയത്തും അല്ലാഹുവിന്റെ ഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്നവരായിരിക്കും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. എന്നാലോ പണ്ഡിതന്മാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽ ഉണ്ടാവേണ്ടത് വിലായത്തിന്റെ സ്വഭാവമാണ്. ഇമാം ഷാഫി തങ്ങൾ രേഖപ്പെടുത്തി. വിലായത്തിന്റെ സ്വഭാവമാവുമ്പോൾ വഹും യഖ്റുജൂന വയദ്ഖുലൂൻ, അവർ ഹദറത്തുൽ ഖുദ്സിലാവും, ഹദറത്തുൽ ഖുദ്സിൽ അല്ലാത്ത അവസ്ഥയുണ്ടാവാം. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ചിലപ്പോൾ അല്ലാഹുവിന്റെ ഹദറത്തിലാണെന്നുള്ളൊരു ബോധം ഇല്ലാതാവാനും അവകാശമുണ്ട്. അതുകൊണ്ട് ഉണ്ടാവണം എന്നല്ല പറയുന്നത്. അങ്ങനെ അത് അപ്പൊ അവർ മഅസൂമികളായിക്കോളന്നില്ല. അവർക്ക് അല്ലാഹുവിന്റെ ഹിഫാദത്തെ അവർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ 75% നമ്മളുള്ളതായ ത്വാഅത്തുകൾ നമ്മളെ മഅസിയത്തിനേക്കാൾ എന്താവണം? മൂലബത്തുണ്ടാവണം. ആ നിലക്കുള്ളതായ ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അതുണ്ടായാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതായ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കുള്ളതായ ഇർഫാവുന്ന ഇൽമാണ് നമുക്കുണ്ടായത്. ഇതുകൊണ്ടുള്ളതായ താല്പര്യം എന്താവരുത്? ഭൗതികമാവുന്ന നേട്ടങ്ങളാവരുത്. നമുക്കത് ഉണ്ടാവാൻ പാടില്ല. ഭൗതികമൊക്കെ വരൂടോ, ഭൗതികമായ നേട്ടങ്ങളൊക്കെ വന്നുകൂടും. മഹാന്മാർക്കൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായത്? അവർ ഭൗതികമായ, നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുമ്പോൾ അല്ല ഈ ഇൽമു പഠിക്കുമ്പോൾ അത് പറ്റൂല. അതിങ്ങനെ ഇതിന്റെ ലക്ഷ്യം ഒന്ന് വേറെയാണ്. നേരെ മറിച്ച് മറ്റുള്ള ഭൗതികമായ ഇൽമുകളെ പോലെയല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൽമുണ്ടല്ലോ, ഈ ശരീഅത്തിന്റെ ഇൽമു, ആ ശരീഅത്തിന്റെ ഇൽമിനെ പഠിക്കുന്നവനിക്കുള്ള ലക്ഷ്യം എന്തേ ആവാൻ പാടുള്ളൂ എന്നറിയോ? അവനിക്ക് ഈ ഭൗതികമായ താല്പര്യങ്ങൾ, ഇത് നമ്മൾ എത്ര മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ്, ഇപ്പൊ ഇന്ന് കണ്ടില്ലേ 2 മാസം കൊണ്ട് +2 സർട്ടിഫിക്കറ്റ് 2 മാസം കൊണ്ട് കിട്ടും. അതങ്ങനെ 2 മാസം കൊണ്ടോ 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടൊക്കെ കിട്ടാം. ഈ ഇൽമു അങ്ങനെ കിട്ടും. ചിലപ്പോ ഒരു അധിക സമയമൊന്നും വേണ്ട. പക്ഷെ അതിന് എന്ത് വേണമെന്നറിയോ? അതിന് കുറച്ച് പണിയുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് വിലായത്തിന്റെ സ്വഭാവം ഉണ്ടാവണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇൽമുകളെയും അല്ലാഹു ചുരുട്ടി എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാനുള്ളതായ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ മഹാന്മാരൊക്കെ കിതാബ് എഴുതിയില്ലേ? മഹാന്മാര് 500-600 കിതാബുകൾ എഴുതി. ഓരോ കിതാബുകളും പിന്നെ 10-15 വാല്യങ്ങൾ, ഓരോ വാല്യങ്ങളും 300-400 പേജുകൾ. എങ്ങനെ എഴുതി? ഇവർ എഴുതിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ത്വയ്യുൽ ഹുറൂഫ്, ഹർഫുകൾ അല്ലാഹു ചുരുട്ടി കൊടുത്തു. ത്വയ്യുൽ സമാൻ, സമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചുരുട്ടി കൊടുത്തു. അപ്പൊ അവര് മുത്തഖീങ്ങളായതുകൊണ്ട് ഇപ്പൊ മഹാനാവുന്നതായ ഇമാം സുയൂത്തി തങ്ങൾ 500ഓളം കിതാബ് എഴുതി കുറഞ്ഞ കാലഘട്ടത്തിൽ. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പല ഫന്നിലുമായിട്ട് 122ഓളം ഗ്രന്ഥങ്ങൾ എഴുതി. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ ഓരോ വിഷയത്തിലും
അപ്പൊ ഓരോ ഇമാം ഷാഫി തങ്ങൾ അവര് വെറും ഒരു ഫിഖ്ഹായിട്ട് കൂടിയ ആള് മാത്രമല്ല, അവര് ഭാഷ ഉലൂമുൽ അറബിയത്ത് എന്ന് പറഞ്ഞ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉലൂമുൽ അറബിയത്ത് എന്ന് പറഞ്ഞ ഈ 12 ഏതാന്നുള്ളത്. ഈ ഉലൂമുൽ അറബിയത്താവുന്ന ഈ 12 ഇൽമുകൾ ഉണ്ടാവണം. ആ ഇൽമു ആവശ്യമാണ്. വിശുദ്ധമാവുന്നതായ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉലൂമുൽ അറബിയത്തിനെ പഠിക്കാൻ വേണ്ടി 20 കൊല്ലം മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ആദ്യം തന്നെ മൂപ്പര് ഉലൂമുൽ അറബിയത്ത് കൊണ്ടാണ് ശുഗലായത്. മഹാനാവുന്ന ഇമാം അസ്മഈ തങ്ങൾ പറഞ്ഞു, ഖറഅതു അശ്ഹാറൽ ഹുദലിയീന അലാ റജുലിൻ ഇസ്മുഹു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി. ഞാൻ മക്കത്ത് നിന്ന് ഒരു ചെറിയ ചെറുക്കൻ, ഒരു 10-12 വയസ്സുള്ള, ഇവന്റെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. അവനിൽ നിന്നിട്ടാണ് ഞാൻ ഈ അശ്ആറുൽ ഹുദലിയീൻ, ഹുദലിയീങ്ങൾ എഴുതി വെച്ചതായ ഭാഷനെ പറ്റി പഠിക്കാൻ ഉപകരിക്കുന്നതായ ഈ ഗ്രന്ഥം ഞാൻ അവനിൽ നിന്നിട്ടാണ് പഠിച്ചത്. ഇമാം ഷാഫിയിൽ നിന്നിട്ട് ഭാഷന്റെ ഇമാമാവുന്ന ഇമാം അസ്മഈ, നമ്മൾ ഭാഷയിൽ ഒരു ലുഗത്തിന്, അറബി ലുഗത്തിനെ പറ്റി ഒരു സംശയം ഉണ്ടെങ്കിൽ ഇമാം അസ്മഈ അതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞു നോക്കാൻ. അങ്ങനത്തെ ഇമാം അസ്മഈ തങ്ങൾ അവര് കിതാബ് ഓതിയത് ലുഗത്ത് പഠിച്ചത്, ഭാഷ പഠിച്ചത് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളിൽ നിന്നിട്ടാണ്. എത്രത്തോളം എമ്പക് എന്നതിന്റെ മാതിയാവുന്ന ഇമ്പകനെ സംബന്ധിച്ച് പറയലുണ്ട്. അത് നിർവീര്യമാക്കപ്പെട്ട, അതിന് ഉപയോഗവൽക്കരണം ഇല്ലാത്ത ഒരു പദമാണ്, അത് ഉപയോഗത്തിലില്ലാത്തതാണ്. പക്ഷെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ പറഞ്ഞു ഇമ്പക എന്നുള്ളത് ഇമാം ഷാഫി തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങൾ മൂപ്പരെ ഉമ്മുൽ ഇമ്പക എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചു. അതുകൊണ്ട് ഇത് ഇമാത്തത്ത് ചെയ്യാൻ സീഗയിൽപ്പെട്ടതാണെന്ന് പറയാൻ പറ്റൂല. ഇത് ഉപയോഗിക്കുന്ന സീഗ തന്നെയാണ്, ഇത് പ്രയോഗത്തിലുള്ള സീഗ തന്നെയാണ് ഇമ്പക എന്നുള്ളത്. അത് പ്രയോഗത്തിലുള്ള സീഗ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇമാം ഷാഫി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം ഭാഷയിലുള്ള എന്റെ ഈ ഉലൂമുൽ അറബിയത്തിന്റെ ഈ 12 ഫണ്ടുകളും അത് ശരിക്കും പഠിച്ച ആളാണ് ഇമാം ഷാഫി തങ്ങൾ. അങ്ങനെയാണ് അതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഒരു ഫിഖ് കൊണ്ടിട്ട് ശുഗലാവാൻ തുടങ്ങിയത്. അവർ 122ഓളം കിതാബുകൾ എഴുതി. എന്താ കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമാവുന്ന ഒരു ജീവിതമായപ്പോൾ ആ തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നതായ ചില സംഗതികളാണ്. അത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ 500ഓളം ഗ്രന്ഥങ്ങൾ മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ എഴുതി എന്ന് പറഞ്ഞില്ലേ. മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഓരോ വിഷയത്തിലും ഓരോ മസ്അലിനെ സംബന്ധിച്ച് ഓരോ ഗ്രന്ഥങ്ങൾ എഴുതി. ഓരോ മസ്അലകളെ സംബന്ധിച്ച് ഓരോ ഗ്രന്ഥങ്ങൾ മൂപ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു അതൊക്കെ എളുപ്പമാക്കി കൊടുക്കും. ആ എളുപ്പമാക്കൽ കൊണ്ടിട്ട് ചിലപ്പോൾ കുറഞ്ഞ കാലം കൊണ്ടൊക്കെ എന്താവാം, ഒരുപാട് ഇൽമുകളൊക്കെ സമ്പാദിക്കാൻ കഴിയും. പക്ഷെ നമ്മളെ ലക്ഷ്യം എന്താവണം എന്നറിയോ, ഒരു 3 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാവില്ല. നമ്മളെ ലക്ഷ്യം പഠിക്കേണ്ടതായ എല്ലാ സംഗതിയും, പ്രത്യേകിച്ച് വിശുദ്ധമാവുന്നതായ കിതാബുകൾ, ആ കിതാബുകൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നും കൊണ്ടിട്ട് ഞാൻ എപ്പോഴും പരീക്ഷക്കൊക്കെ വരുന്ന കുട്ടികളോട് ബൈവായി പരീക്ഷിക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കണം, എന്ത് ഓ ബിനാവു ഹും അലായു യുഖിനൂൻ, അവിടെ എന്തിനാ ഓ ബിനാവു എന്ന് പറഞ്ഞു. യൂഖിനൂൻ എന്നത് ഹും എന്ന് പറഞ്ഞതിനെ മുത്തതാക്കി കൊണ്ടുവന്നു, യൂഖിനൂനെ ഖബറുമാക്കി കൊണ്ടുവന്നു എന്നാ അതിന് അർത്ഥം വെക്കല് അല്ലേ. അപ്പൊ എന്തിനാടെ ബിനാവു എന്നുള്ള വാക്ക് ഉപയോഗിച്ചു? ഇതുവരെ ഒറ്റ കൂട്ടിയിരിക്കും അതിന് മറുപടി പറഞ്ഞിട്ട്. അപ്പൊ അത് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാൻ കാരണം എന്താ, അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മഹാനാവുന്നതായ ഇമാം സിബവൈ തങ്ങൾ മൂപ്പരെ അൽ കിതാബിൽ പഴയ പ്രയോഗം അങ്ങനെയാണ്, അൽ മബിനിയു വൽ മബിനിയു അലൈഹി. നമ്മൾ ബാബുൽ മുത്തദൈ വൽ ഖബർ എന്ന് പറഞ്ഞ മാതിരിക്ക് കിതാബുൽ മബിനിയു വൽ മബിനിയ. ഹുബൈന്റെ മകളാവുന്ന സഫിയാവുന്ന എന്റെ ഭാര്യയാണ്. അപ്പൊ ഇവർ ഇന്നാലില്ല പറഞ്ഞു. കാരണം നബിനെ പറ്റി ഒരു അങ്ങനത്തെ ഒരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായാൽ ഇവർ സഹാബിയാവൂലോ. ഈ സഹാബി എന്നുള്ള ഈ ബൗണ്ടറിയിൽ നിന്ന് അവൻ പുറത്തു പോകും. അതുകൊണ്ട് അവർ പറഞ്ഞത് ഇന്നാലില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ധാരണയൊന്നും ഇല്ലല്ലോ നബിയെ. റസൂൽ പറഞ്ഞു, ഷെയ്ത്താൻ എന്നാലും നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പിക്കും. ഈ ആ സമയത്ത് എത്തിക്കാപ്പിനെന്ന് പറഞ്ഞ് ഇവിടെ കൂടിയതാണ്, ഒരു പെണ്ണിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് പോണത്. അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മളെ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങൾക്ക് മാതൃകയാണ്.
അപ്പൊ മാതൃകയാക്കാൻ പറ്റുന്ന മുൻകഴിഞ്ഞ ആളുകളൊക്കെ ആലിമീങ്ങൾക്കുള്ളതായ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് പഴയ കാലത്തുള്ള ആളുകളൊക്കെ അധികം ഇവിടെ ദീൻ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങളെ പ്രവർത്തനം ഒരിക്കലും എന്താവരുത് തെറ്റിദ്ധരിക്കും. മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മൂപ്പര് ഇമാം ഷാഫി തങ്ങളെടുത്ത് കിതാബ് ഓതിന കാലഘട്ടത്തിൽ മൂപ്പര് പെങ്ങളെ മകനെയും ഒപ്പം കൊണ്ടു എന്നും. അപ്പൊ ഒരു അവസരത്തിൽ ഒരു ദിവസം ഇമാം ഷാഫി തങ്ങൾ വിളിച്ചു, ഇവിടെ വാടോ, ആരാ നിന്റെ കൂടെയുള്ള ഈ കുട്ടി എന്ന് ചോദിച്ചു. ഇതിന്റെ പെങ്ങളെ മകനാണെന്ന്. അല്ല ഈ കുട്ടി ആരാന്നല്ലേ ചോദിച്ചത്. ഈ കുട്ടിയിലേക്ക് നാളെ എന്റെ കൂടെ കൊണ്ടുവരുന്നു, ഇവനെ എവിടെയെങ്കിലും വേറെ ദർശ കൊണ്ടായിക്കോ, ഇവിടെ കൊണ്ടുവരുന്നു. അപ്പൊ ഇമാം ഷാഫി തങ്ങളോട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ, ഇതിന്റെ പെങ്ങളെ മകനാണ്, ഈ കുട്ടിനെ ഞാൻ കൊണ്ടുപോയതുകൊണ്ട് ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കൂലെന്ന്. പക്ഷെ ഇമാം ഷാഫി തങ്ങൾ അത് അംഗീകരിച്ചില്ല. ഇമാം ഷാഫി തങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറഞ്ഞു, എടോ നിന്റെ പെങ്ങളെ കുട്ടിയാണെന്നൊന്നും ആളുകൾ അറിയില്ല. നിന്റെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾക്ക് ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവുന്ന സർവ്വ തത്വപുറാത്തുകളെ പറ്റി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുള്ള ഒരു അവസ്ഥയാണത്. അപ്പൊ ഇമാം ഷാഫി തങ്ങൾക്ക് മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ നോക്കിയപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുള്ളതായ ആ ശരീരത്തിൽ എഴുതപ്പെട്ടതായ ചില രേഖകളുണ്ട്. ഇതൊരു മുത്ലഖ് മുജിത്തഹിദാവേണ്ടതായ വലിയൊരു മഹാനാണ്. അതുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറഞ്ഞു, ഈ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മാതൃകയാവേണ്ട വലിയൊരു മഹാനാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമക്കൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരാളെ കണ്ടാലുണ്ടല്ലോ, അവനങ്ങനെ നോക്കിയിട്ട് അവന്റെ മരണം വരെയുള്ളതായ സർവ്വ സംഭവങ്ങളും നോക്കി പറയാൻ കഴിയും അവരുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട്. ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്നതായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾക്കുണ്ടായിരുന്നു. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഇവനെ കൊണ്ടുവരാൻ പാടില്ല, ഇവനെ വേറെയും ദർശനം, ഇവനെ കൈപിടിച്ച് കൊള്ളി നടക്കാൻ പാടില്ല, പങ്ങളെ മോനാണെങ്കിലും വേണ്ടില്ല, നിന്റെ മകനാണെങ്കിലും വേണ്ടില്ല. അപ്പൊ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതായ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്നതായ ഒരു പ്രവർത്തനം, അത് നമ്മൾ ഇതുണ്ടാവാൻ പാടില്ല. മറ്റൊന്ന് നിങ്ങളെ വേഷമാണ്. പണ്ഡിതന്മാരെ വേഷങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ പണ്ഡിതന്മാരുടെ വേഷം എന്ന് പറഞ്ഞത് ഇല്ലാന്ന് ചില ആളുകളൊക്കെ പ്രസംഗിക്കലുണ്ട്. പണ്ഡിതന്മാർക്ക് അങ്ങനെ വേഷമുണ്ട്, അത് ചില അല്പജാലികളാണ്, വിവരമുള്ളവനത് പറയില്ല. പണ്ഡിതന്മാർക്ക് ഓരോ പ്രദേശങ്ങളിലും വേഷങ്ങളുണ്ടാവും. നമ്മൾ ഇവിടുത്തെ വേഷമാവില്ല വേറെ നാട്ടിലുണ്ടാവുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള പണ്ഡിതന്മാർക്ക് വേറൊരു വേഷമാണ്, സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർക്ക് വിദേശത്തുള്ളവർക്കൊക്കെ വേറെ പല വേഷങ്ങളുമാണ്, യമനിലുള്ള പണ്ഡിതന്മാർക്ക് ഏകദേശം നമ്മളെ ഈ വേഷത്തിനോട് സാദൃശ്യമായ വേഷങ്ങളായിരിക്കും. അപ്പൊ പണ്ഡിതന്മാർക്കൊരു വേഷമുണ്ട്, ആ വേഷം നമുക്കുണ്ടാവണം. എന്തിനെന്ന് പറയൂ, ഈ വേഷം എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വേഷം. ഈ വേഷം കൊണ്ടിട്ട് അല്ലാഹ് നമ്മളെ എന്താക്കുന്നവരെ വിലയിരുത്തപ്പെടുകയും നമുക്ക് വൈപ്പെടപ്പെടുകയും നമ്മൾ ചെയ്യണത് അവർക്കുള്ളതായ കൽബുകൾ തഫ്സീർ ചെയ്യാൻ ഉപകരിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഈസ ബിൻ അബ്ദുസ്സലാം തങ്ങൾ മൂപ്പർക്ക് സാധാരണ ഉണ്ടാകുന്ന വേഷം ഉണ്ടായിരുന്നു. മൂപ്പര് വലിയ കുപ്പായൊക്കെ ഇട്ട് അങ്ങനെ ഒരു തൈലസാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഖതീബുമാരൊക്കെ ഖുതുബ ഓതുമ്പോൾ അങ്ങനെ തോൾ കൂടി വലിച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് മൂപ്പര് പ്രസംഗിക്കാൻ വരുന്നത്. ഒരു ദിവസം മൂപ്പര് അതൊന്നും ഇടാതെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ജനങ്ങൾ മൂപ്പരെ പ്രസംഗം ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പർക്കേ തോന്നി എന്തൊരു തെറ്റെനിക്ക് പറ്റിയത്. അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് വേറെ തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഞാൻ എൻ്റെ വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രം സാധാരണ ഇടുന്ന വസ്ത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉലമാ എനിക്കൊരു സീയുണ്ട്, ആ സീ വേണം. മൂപ്പർ പോയിട്ട് വേഗം എന്താക്കി അതൊക്കെ ഇട്ട് വന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഇട്ട് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളെ ഈ വസ്ത്രം, നമ്മൾക്കുള്ളതായ വേഷം, അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അത് നിങ്ങൾക്ക് ഉണ്ടാവണം. അന്നെനിക്ക് തത്വയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാനിപ്പോ ഒന്നും ദീർഘിപ്പിച്ച് പറയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സനദാന പ്രസംഗം എന്ന് പറഞ്ഞാൽ സനത് വാങ്ങുന്ന നിങ്ങളോടുള്ളതായ ഒരു പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ എന്താവണം എന്നറിയോ, ആ ഉപദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് നിങ്ങൾ ഉസ്താദന്മാർ സർവ്വസമയത്ത് നിങ്ങൾക്ക് നൽകണ ഉപദേശങ്ങളാണ്. ആ ഉപദേശം ഒന്നും കൂടി ഈ സന്നദ്ധാന സന്നദ്ധാന സമ്മേളനത്തിൽ വെച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് സന്നദ്ധാന പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങളിൽ ഉണ്ടാവണം. അന്നൽക്ക് നിങ്ങളെ ഈ മഹത്താവുന്ന നമ്മുടെ സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പിന്നിൽ ഉറച്ചു നിന്ന് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നാലും നിങ്ങൾക്ക് എല്ലാ നിലക്കുള്ളതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. മഹാന്മാരാവുന്നതായ നമ്മളെ മരണപ്പെട്ടതായ മഹത്തുക്കളാവുന്ന നമ്മുടെ ഉസ്താദന്മാർ, അവർക്കൊക്കെ ഉള്ളതായ മദതുകൾ നിങ്ങൾക്കുണ്ടാവും. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കുള്ള മദതുകൾ ഉണ്ടാവും. സമൂഹം നിങ്ങൾ അംഗീകരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ സമൂഹം അംഗീകരിക്കപ്പെടാൻ ആവശ്യമാവുന്നതായ നിർബന്ധമായ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട്, കാരണം അവിടെ പല കള്ള തരീക്കത്തുകളും ഇപ്പൊ നമ്മളെ ഈ രാജ്യത്തിന്റെ ഒക്കെ സ്ഥിതി എന്താന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് കാസർഗോഡ് ഇതിലൊക്കെ പോയി നോക്ക്, നല്ല പണിയോ ഏതെങ്കിലും ഒരുത്തരം കുപ്പായിട്ട് അങ്ങോട്ട് പോയാൽ മതി.
അവിടെ പോയി ഏതെങ്കിലും ഒരു മുക്കില മൂലയിൽ ഇരുന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഷെയ്ത്താനെ സേവിച്ചാലൂടെ ചില സംഗതികൾ പറയാൻ കഴിയും. നമ്മളൊരു മറിഞ്ഞ കാര്യം ഒരുത്തം പറഞ്ഞാൽ നമ്മളെ ബുദ്ധി അത് വലിയ ആയിട്ടാണ് പറയാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നബി ആയിട്ടാണ് പറയാൻ കഴിഞ്ഞത് എന്നുള്ളൊരു ധാരണ ഉണ്ട്. മറിഞ്ഞ കാര്യം അമ്പിയാക്കന്മാർ പറയും, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും പറയും, അത് ശരി തന്നെ. അവര് പറയണത് അതിന്റെ യാഥാർത്ഥ്യമായിരിക്കും, അതിനൊരിക്കലും തെറ്റുപറ്റൂല. കാരണം അവര് ലൗഹിൽ അത് രേഖപ്പെടുത്തിയത് എങ്ങനെ, അത് നേരെ പറയാം. നേരെ മറിച്ച് ശൈത്താനെ സേവിച്ചവരും പറയും, ഇപ്പൊ കണക്ക് നോക്കണമല്ലോ എത്തിയെന്ന് നോക്ക്, ഓ അങ്ങനെ കണക്ക് പോയിക്കൊണ്ടോ ഞങ്ങൾക്ക് സിഹിറുണ്ട്. ആ പറഞ്ഞത് തെറ്റാന്നല്ല ഞാൻ പറയണത്, അത് കണക്ക് കൊണ്ട് പറയാം. അയാൾ ഔലിയായിട്ട് പറയല്ല, കണക്കുണ്ട്, ആ കണക്ക് നോക്കിയിട്ട് അയാൾക്ക് അത് പറയാൻ കഴിയും. നേരെ മറിച്ച് ശൈത്താനെ സേവിച്ച ആളുകൾ എന്താവും അറിയോ? ഇപ്പൊ ഇബ്നു സയ്യാദ് പല അത്ഭുതം കാണിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇബ്നു സയ്യാദിന്റെ അടുത്ത് കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ റസൂൽ അവിടെ ഒളിച്ചു നിന്നാ ഇവൻ എന്തൊക്കെ കാണിക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവൻ പറയണത്. അപ്പൊ ഇവന്റെ ഉമ്മ റസൂലുള്ളാഹിനെ കണ്ടു. ഇവന്റെ ഉമ്മ പറഞ്ഞു, യാ സ്വാഫ് മുഹമ്മദും വാ സുഹാബുഹു, മകനെ മുഹമ്മദ് വാ സുഹാബും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്നും മിണ്ടാതെ റസൂൽ അവന്റെ അടുത്ത് എന്ന് ചോദിച്ചു, കൈഫ യഅതീകൽ അംർ, ഈ പല അത്ഭുതങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, വരാൻ പോണതും കഴിഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നിനക്ക് ഈ വിവരങ്ങൾ വരേണ്ട സ്വഭാവം എന്ന് ചോദിച്ചു. എഴുത്തീനി സാദിഖൻ വകാദിബെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ ചിലത് പൊള്ളുണ്ടാവും, ചിലത് ശരിയുണ്ടാവും. കാരണം ശൈത്താന്റെ സേവയോടുകൂടി പറയുമ്പോൾ മുഴുവൻ ശരിയാവൂല, ചിലത് ശരിയാവാ, ചിലത് പൊള്ളുവാവാ. അപ്പൊ ശൈത്താനെ സേവിച്ചാലും ചില അത്ഭുതങ്ങളൊക്കെ പറയാൻ കഴിയും. അപ്പൊ നമ്മൾ പല ശേഖന്മാരും പലയിടത്തൊക്കെ ഇറങ്ങുമ്പോൾ അയാൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞില് ഏതുണ്ടാവും എന്നറിയോ? പൊള്ളും ഉണ്ടാവും, ശരിയുണ്ടാവും. പക്ഷെ ഈ പൊള്ളിലേക്ക് അയാൾ ആ മൈനസ് പോയിന്റിലേക്കൊന്നും നമ്മൾ നോക്കൂല. അയാൾ പറഞ്ഞ ആ പ്ലസ് പോയിന്റ് ഉണ്ടല്ലോ, ശരിയാകണം, നല്ല സംഗതികളൊക്കെ നമ്മളെ പേരന്റെ അപ്പുറത്ത് തെങ്ങുണ്ട്, അത് ശരി തന്നെയാണ്. ഇപ്പുറത്ത് തെങ്ങുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പുറത്ത് തെങ്ങുണ്ടാവൂല ചിലപ്പോൾ. പക്ഷെ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടൂല ഇപ്പത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ അതുണ്ട്, കുളമുണ്ട്, ഇവിടെ മറ്റേ കിണറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് ശൈത്താന്മാർ പോയി കൊണ്ട് ഇൽക്കാവ് ചെയ്യും, അതിന്റെ കൂടെ ശൈത്താൻ പൊള്ളും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവിടെ ഈ കള്ള തെരീക്കത്തുകൾ ഒരുപാട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കള്ള തെരീക്കത്തുകൾ അത് കള്ള തെരീക്കത്താണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തഖ്വ വേണം. ആ തഖ്വയുള്ളവനിക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. അതിനാണ് മഹാന്മാരാവുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാരെ അവരതിനെ സംബന്ധിച്ച് ആലോചിച്ച് വളരെ ശ്രദ്ധിച്ചതിന്റെ ശേഷമാണ് ഒരു തെരീക്കത്തിനെ പറ്റി കള്ള തെരീക്കത്താണെന്നോ അല്ലെങ്കിൽ അത് മോശമായ തെരീക്കത്താണെന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കൊന്നും ഓരോരുത്തർക്ക് ഇങ്ങനത്തെ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ സമസ്ത എവിടെ പറഞ്ഞത് അവിടെ നമ്മൾ നിന്നാ മതിയും. ഒരുപാട് കള്ള തെരീക്കത്തുകൾ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ കള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവർക്കൊക്കെ എതിരിൽ ശബ്ദിക്കുക എന്നുള്ളതായ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉത്തരവാദിത്വമൊക്കെ നിർവഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മഹാനാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ വഖാഉക്കും അലൈഹി മസ്തഖാമത്തിക്കും ഇമ്മത്തുക്കും, ഇമാമിയങ്ങളാ അവരെ നിങ്ങൾ നേതൃത്വം നൽകുന്ന നിങ്ങളിൽ ഇസ്തിഖാമത്തിന്റെ സ്വഭാവം ഉണ്ടാവും. അപ്പൊ ആ നിലക്കുള്ള ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകട്ടെ. ഈ സ്ഥാപനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തി കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സഹായങ്ങളൊക്കെ അല്ലാഹു കബൂൾ ചെയ്ത് നാളെ ആഖിറത്തിൽ ഹസനാത്തിന്റെ തുലാസിൽ അതൊക്കെ ഒരു വലിയ ഭാരമായി കൊണ്ട് അല്ലാഹു തൂക്കിക്കൊടുക്കട്ടെ. ഇത് ബഹുമാനപ്പെട്ടതായ ഈ മുസ്ലിം ഉമ്മത്തിനിക്ക് ഉപകാരപ്രദമാവുന്നതായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതായ ഒരു ഉഖ്റവിയായ സ്ഥാപനമായി കൊണ്ട് ഈ സ്ഥാപനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് മുഴുവൻ വളണ്ടിയർമാരും മദ്രസ ഹാളിന് മുമ്പിൽ എത്തിച്ചേരണമെന്ന് ഉസ്താദ് കെട്ടി സൈദലവി ദാരിമി അറിയിച്ചിരിക്കുന്നു. തികഞ്ഞ പാണ്ഡിത്യത്തിലും വിനയം അലങ്കാരമാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃനിരയിലെ സൗമ്യ സാന്നിധ്യം ഷേഖന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ ഭാഷണം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കിയില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബീന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മഹാത്മാക്കളായ സാദത്തുക്കളെ, അഭിവന്യരായ ഉസ്താദുമാരെ, ഉലമാക്കളെ, ബഹുമാന്യരായ നേതാക്കളെ, സഹോദര സഹോദരികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ,
ഈ മഹാസമ്മേളനത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ എനിക്ക് അളവറ്റ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അതിന് തൗഫീഖ് നൽകിയ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. എന്നാൽ ഞാനൊരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മടക്കയാത്രക്കുള്ള ട്രെയിൻ അത് 10 മണിക്കാണ്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തതുമാണ്. പക്ഷെ എന്നും അതല്ല, അതിന് മുമ്പിൽ നീണ്ട സമയമുണ്ടായാലും ഇതുപോലെയുള്ള സദസ്സിൽ ഞാൻ ദീർഘമായി പ്രസംഗിക്കാറില്ല. ഇതുപോലെയുള്ള സദസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശസ്ത വാഗ്മി ബഹുമാനപ്പെട്ട പൂക്കോട്ടൂര് ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സദസ്സിൽ സാധാരണ കുറെ സമയം ഉണ്ടായാലും ഞാൻ പ്രസംഗിക്കാറില്ല. ഇന്ന് ഏതായാലും 2-3 കാരണങ്ങളുണ്ടല്ലോ തീരെ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഇൽമിന്റെ സ്ഥാപനം, അതിന്റെ സനദ് ദാന സമ്മേളനം ഒക്കെയാണല്ലോ. അതുകൊണ്ട് ഇൽമിനെ പറ്റി 3-4 വാക്ക് അത് എളുപ്പത്തിൽ എന്റെ മുമ്പിലിരിക്കുന്ന ഉലമാക്കളെയോ അല്ലെങ്കിൽ വലിയ അഭ്യസ്ത വിദ്യരെയോ ഒന്നും അഭിസംബോധനം ചെയ്തുകൊണ്ടല്ല, എളുപ്പത്തിൽ ഇൽമിനെ പറ്റി മനസ്സിലാക്കാൻ 1-2 വാക്കുകൾ. നാം അള്ളാഹുവിന് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇൽമ് പഠിക്കല് എന്നാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മദീന മുനവ്വറ മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നിസ്കാരം നിർവഹിച്ചു. അസർ നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബികളിൽപ്പെട്ട ഒരു മഹാനുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അവിടുത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സുഹൃത്തുണ്ടല്ലോ, അവിടുത്തെ സഹാബി, അദ്ദേഹം ഈ ലോകത്ത് ഇനി 1 മണിക്കൂർ സമയം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നബി, ഈ കാര്യം എനിക്ക് വഹയ്യുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, മനുഷ്യ, താങ്കൾ ഇനി ഈ ലോകത്ത് 1 മണിക്കൂർ സമയം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുന്നതാണ്. ഈ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ സ്തുതി പറയുകയാണ്, ഇൽത്തിറാബൻ ശദീദ. ആ മനുഷ്യൻ കഠോരമായ പിടക്കൽ പിടച്ചുപോയി ബോധരഹിതനായി വീണു. അതെങ്ങനെ സംഭവിക്കാതിരിക്കും? 1 മണിക്കൂർ സമയം മാത്രമേ ഈ ലോകത്തിന് ജീവിതമുള്ളൂ എന്ന് ഉറപ്പായ അറിവാണ്. മുഅ്ജിസത്ത് കൊണ്ട് തഅയീദ് ചെയ്യപ്പെട്ട ഒരു പ്രവാചകന്റെ നാവിൽ നിന്ന് വരുന്നത്. അത് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇത്ര ഉറപ്പായ ഇൽമ് മറ്റെന്താണ്? പിന്നെ എങ്ങനെ ബോധരഹിതനായി വീഴാതിരിക്കും? ബോധം തെളിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ നബിയോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഈ ലോകത്ത് 1 മണിക്കൂർ സമയം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അങ്ങേക്ക് വഹി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. എന്നാൽ ഈ 1 മണിക്കൂർ സമയം ഞാൻ അള്ളാഹുവിന് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒരു അമല് ഏതാണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നാലും. സുഹൃത്തുക്കളെ, ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമാണ് ഏറ്റവും മഹത്വമുള്ള അമല്, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു അമല് ഏതാണ് എന്ന് ഈ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കൽ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നല്ലേ? ഇസ്തഗിൽ ബിൽ ഇൽമി ഖാല റസൂലുള്ളാഹി. നീ ഇൽമ് പഠിക്കുന്നതിൽ ഏർപ്പെടുക എന്ന്. നമുക്ക് ചുരുക്കാം. അദ്ദേഹം പറഞ്ഞു, നബി എനിക്ക് ഇൽമ് പഠിപ്പിച്ചു തന്നാൽ. ആ ബാക്കിയുള്ള സമയം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് കേട്ട് പഠിച്ചു. കൃത്യം 1 മണിക്കൂർ പൂർത്തിയാകുന്നതോടുകൂടി അദ്ദേഹം വഫാത്തായി. അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് എന്തെങ്കിലും ഒരു കേൾവിയൊന്നുമല്ല. ഈ സംഭവം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ തഫ്സീറിൽ വഅല്ലമ ആദമൽ അസ്മാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇൽമിന്റെയും ഉലമാഇന്റെയും മഹത്വം പറയുന്നിടത്ത് ഈ സംഭവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. സംശയത്തിന് ഇടം നൽകാത്ത ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നാം അള്ളാഹുവിന് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് ഇൽമ് പഠിക്കലാണ് എന്ന്. ഇനി അതുപോലെ തന്നെ ഇൽമാണ് എന്ന്. ഇനി ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, അതോ? ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ
ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത ഒരു വസിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, തഅല്ലമിൽ ഖുർആന വഅല്ലിംഹു നാസ, നീ ഖുർആൻ പഠിക്കണം, അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇൽമ് പഠിക്കണം, അത് പഠിപ്പിക്കുകയും ചെയ്യണം. ഹത്താ യഅതിയകൽ മൗതു, നിനക്ക് മരണം വരുന്നത് വരെ. ഫഇന്നഹു ഇൻ അതാകൽ മൗതു വഅന്ത അലാ ദാലിക, നീ ആ അവസ്ഥയിലായിരിക്കെ നിന്നെ മരണം പിടികൂടിയാൽ പഠിക്കുക, പഠിപ്പിക്കുക. ആ അവസ്ഥയിൽ നീ മരിക്കാൻ ഇടവന്നാൽ തഹജ്ജുൽ മലായികത്തു ഇലാ ഖബരിക, തഹജ്ജുൽ മലായികത്തു, മലക്കുകൾ സന്ദർശിക്കാൻ വരും, ഇലാ ഖബരിക, നിന്റെ ഖബറിലേക്ക്. കമാ യഹുജ്ജുൻ നാസു, ആളുകൾ ഹജ്ജിന് പോകുന്ന മാതിരി, ഇലാ ബൈത്തുല്ലാഹിൽ ഹറാം, ആ പരിശുദ്ധ ഗേഹത്തിലേക്ക്, കഅബ ശരീഫിലേക്ക് ആളുകൾ ഹജ്ജിന് പോകുന്ന മാതിരി. സുബ്ഹാനല്ലാഹ്. ഇനി എന്താണ് വേണ്ടത്? ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, അതിന്റെ മഹത്വം. അൽ ആലിമു വൽ മുതഅല്ലിമു ഇദാ മറ അലാ ഖറിയത്തിൻ ഫഇന്നല്ലാഹ യർഫഉൽ അദാബ അൻ മഖ്ബറത്തി തിൽകൽ ഖറിയത്തി 40 യൗമൻ. ഒരു ആലിമോ മുതഅല്ലിമോ ഒരു നാട്ടിൽ കൂടി നടന്നുപോയി, എന്നാ ഫഇന്നല്ലാഹ യർഫഉൽ അദാബ, അല്ലാഹു അദാബ് ഉയർത്തിക്കളയും. അൻ മഖ്ബറത്തി തിൽകൽ ഖറിയത്തി, ആ നാട്ടിലെ, ആ ഗ്രാമത്തിലെ ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീകളിൽ ആരെങ്കിലും വല്ല ശിക്ഷയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷ അല്ലാഹു ഉയർത്തിക്കളയും 40 യൗമൻ, 40 ദിവസത്തെ കാലത്തേക്ക് എന്ന്. ഈ ഹദീസും മഹാനായ ഇമാം തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു അഖീദ സ്ഥാപിക്കാൻ ശറഹുൽ അഖായിദ് എന്ന ഗ്രന്ഥത്തിൽ എടുത്തു ധരിച്ചതാണല്ലോ. അപ്പോൾ ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മഹത്വം വ്യക്തമാണ്. ഇനി ഇൽമിനെ സഹായിക്കാം, അവർക്കുള്ള മഹത്വം വിവരിക്കുന്ന ഒരു ഹദീസ് വായിക്കുന്നില്ല, അതിന്റെ സംഗ്രഹം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ മഹ്ശറിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ വിട്ടു. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകൾ സ്വർഗത്തിന്റെ കവാടത്തിലെത്തി. സ്വർഗത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ അവിടെ ഒരു തർക്കം. സ്വർഗത്തിൽ കയറുന്നവരെ തർക്കം ഉണ്ടാവുന്ന തോന്നുന്നല്ലേ? അവിടെ ഒരു തർക്കം. ആര് തമ്മിലാണ് തർക്കം? ഒന്ന് മഹാത്മാക്കളായ ഉലമാക്കൾ, മറ്റൊന്ന് ഉമറാക്കൾ തമ്മിലൊരു തർക്കം. എന്താ തർക്കം? ആരാണ് സ്വർഗത്തിൽ ആദ്യം കടക്കേണ്ടത് എന്ന്. ഉലമാക്കൾ, ഉസ്താദുമാര് പറയുന്നത് ഞങ്ങളാ കടക്കേണ്ടത് എന്ന്. അതിനവര് പറയുന്ന ന്യായം വളരെ നന്നായ ന്യായമാണ്. നിങ്ങൾ ഇവിടെ ഇപ്പൊ സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തിയത് നിസ്കരിച്ച്, നോമ്പ് നോറ്റ്, സക്കാത്ത് കൊടുത്ത്, ഹജ്ജ് ചെയ്തല്ലേ, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ. അതെല്ലാം ചെയ്യാൻ പഠിപ്പിച്ചു തന്നത് ഞങ്ങളല്ലേ. അതുകൊണ്ട് ഞങ്ങളാണ് ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത്. അപ്പൊ ഉമറാക്കൾ പറയും, സംഗതിയൊക്കെ ശരി, നിങ്ങളിപ്പോ ഇത്ര വലിയ സ്ഥാനത്തെത്തി ഉലമാക്കളായത് എന്തുകൊണ്ടാണ്? ഞങ്ങളെ കൊണ്ടാണ്. നിങ്ങൾക്ക് ഇൽമ് പഠിക്കാൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നത് ഞങ്ങളാണ്. അല്ലാന്ന് പറയാൻ കഴിയോ? നമ്മുടെ മുമ്പിലിരിക്കുന്ന റഹീമികൾ ആരെങ്കിലും പറയുമോ? നിങ്ങളല്ലാതെ അല്ലേ? ഉമറാക്കളല്ലേ നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നത്. നിങ്ങൾക്ക് ഭക്ഷണം തന്നത് ഞങ്ങളാണ്, വസ്ത്രം നൽകിയത് ഞങ്ങളാണ്, കിതാബ് വാങ്ങി തന്നവർ ഞങ്ങളാണ്. എതിർക്കാൻ സാധിക്കുമോ? തർക്കം. ഈ തർക്കം ഊർജിതമായ ഘട്ടത്തിൽ അതാ നസറൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്, അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് മധ്യസ്ഥം വഹിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാളുടെയും വാദം കേട്ട് അള്ളാഹിന്റെ ഉത്തരവനുസരിച്ച് തീരുമാനിക്കുന്നു, ഉമറാക്കളെ നിങ്ങൾ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുക. എന്താ സംഭവിച്ചത്? ഇവരുടെ മക്കളുടെ നേരത്തെ പറഞ്ഞ സ്ഥാനമൊക്കെ പോയോ? സ്ഥാനം എവിടെയും പോയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു ഉലമാക്കളോട്, ഉലമാക്കൾ നിങ്ങൾ ഇവിടെ നിൽക്കുക, സ്വർഗത്തിൽ കടക്കാനായിട്ടില്ല. നിങ്ങൾക്ക് അംബിയായിന്റെ സ്ഥാനമാണ് ഇവിടെ വെച്ച് ശുപാർശ ചെയ്യുക എന്ന്. നരകത്തിലേക്ക് പോകാൻ തീരുമാനിച്ച് പോകുന്നവരെ പടച്ചവനെ നരകത്തിലേക്ക് അയക്കരുത്, സ്വർഗത്തിൽ അയക്കൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നു. അത്ര വലിയ സ്ഥാനം. സുബ്ഹാനല്ലാഹ്. ഇൽമിനെ സഹായിക്കുന്ന, ഇൽമിന്റെ സ്ഥാപനങ്ങൾ സഹായിക്കുന്നത് കൊണ്ട് കിട്ടിയ നേട്ടമാണിത്. അതുകൊണ്ട് അതുപോലെ പിന്നെ ഇൽമിനെ സഹായിക്കുന്നതിന് എന്തെല്ലാം മഹത്വങ്ങൾ. ദാനധർമ്മങ്ങൾ ഉണ്ടല്ലോ. ദാനധർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5ആയി ഭാഗിച്ചിട്ടുണ്ട്. ആ 10 കിതാബ് മുതൽ പഠിക്കുന്ന ഹദീസാണ് അല്ലെ? 10 കിതാബിലുണ്ട് ഈ ഹദീസ്. ദാനധർമ്മങ്ങൾ 5 വീതം. ഒന്നിന് 10 പ്രതിഫലം ലഭിക്കുന്നത്, 2 ഒന്നിന് 70 ലഭിക്കുന്നത്, 3 ഒന്നിന് 10, 70, 700, 4-മത്തത് ഒന്നിന് 70,000, 5-മത്തത് ഒന്നിന് 1,00,000. ഏതാണിത്? ഒന്നിന് 10,
നല്ല ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ, എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. നിനക്ക് നല്ല ആരോഗ്യമല്ലേ, പോയി ജോലി ചെയ്ത് കൂടെ, അവൻ ആട്ടിക്കളയാൻ പാടില്ല, എന്തെങ്കിലും കൊടുക്കണം. അവൻ ഒരാൾ ഒരു ഉറുപ്പിക എടുത്തു കൊടുത്തു. എന്നാൽ അവന്റെ ഏടിൽ അള്ളാഹു 10 എന്ന് രേഖപ്പെട്ടതാണ്. ഇനി ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അംഗവൈകല്യമുള്ള ഒരു മനുഷ്യൻ, എനിക്ക് അധികം തരണമെന്ന് പറഞ്ഞു. അയാൾക്ക് ഒരു ഉറുപ്പിക എടുത്തു കൊടുത്തു. എന്നാൽ അവന് 70 എന്ന് വെച്ചാൽ അവന്റെ ഏടിൽ അള്ളാഹു 70 എന്ന് രേഖപ്പെടുത്തി. ഇനി 1-ന് 700 മരിച്ചുപോയ ആളുകളുടെ പേരിൽ നടത്തുന്ന ദാനധർമ്മങ്ങൾ. മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ഒരു ഉറുപ്പിക നമ്മുടെ കോളേജിന് കൊടുത്തു. എന്നാൽ അയാളുടെ ഏടിൽ അള്ളാഹു 700 എന്ന് രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മുടെ സ്റ്റേജിൽ സാധാരണ നടക്കുന്നതാണ് മരിച്ചുപോയ പിതാവിന്റെ പേരിൽ, അല്ലെ, മാതാവിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് മറ്റു ചില കൗമൊക്കെ കളിയാക്കാറുണ്ട്. എന്ത് അറിഞ്ഞുകൂടാതെ കളിയാക്കുക മറ്റേ. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും മരിച്ചുപോയ ആളുകളെ മറക്കാതിരിക്കുക, പരത്തി പറയാൻ സമയമില്ല. പിന്നെ 4-മത്തത് 1-ന് 70,000. അത് ഏതാണ്? അടുത്ത ബന്ധുക്കളിൽപ്പെട്ട സാധുക്കൾക്ക് നടത്തുന്ന ദാനധർമ്മങ്ങൾ. അടുത്ത ബന്ധുക്കൾ ഉപ്പയോ ഉമ്മയോ അവര് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. അത് കഴിച്ചു വരാരെങ്കിലും വല്ല സദക്ക ചെയ്തു, അല്ലെങ്കിൽ മക്കൾക്ക്, അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ പെട്ട സാധുക്കൾക്ക് ഒരു ഉറുപ്പിക കൊടുത്താൽ അയാളുടെ ഏടിൽ അള്ളാഹു 1-ന് 70,000 എന്ന് രേഖപ്പെടുത്തണം. 1-ന് 1,00,000. അതേതാണ്? അത് ഹദീസിലുള്ളത് താലിബുൽ ഇൽമിന് നൽകിയത് എന്ന്. ഇതെല്ലാം നേരത്തെ പറഞ്ഞെല്ലാം പെടൂലേ, അല്ലേ? സ്ഥാപനം ഉണ്ടാക്കിയത്, വസ്ത്രം നൽകിയത്, ഭക്ഷണം നൽകിയത് ഒക്കെ പെടുന്നില്ലേ? അപ്പൊ നമ്മുടെ ഇൽമിന്റെ സ്ഥാപനത്തിന് ഒരു ഉറുപ്പിക ഒരാൾ കൊടുത്താൽ അയാളുടെ ഏടിൽ അള്ളാഹു 1,00,000 എന്ന് രേഖപ്പെടുത്തി. 1,00,000 ഉറുപ്പിക കൊടുത്താലോ സുബ്ഹാനല്ലാഹ്, വലിയ ചാക്കിൽ കെട്ടാൻ മാത്രമേ ഉണ്ടാവൂ, ഇല്ലേ? അപ്പം അള്ളാഹു എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിച്ചത്? ഇവിടെ ഈ ലോകത്തിന്റെ നിലനിൽപ്പ്, അത് ഈ ദീൻ നിലനിൽക്കുന്ന കാലത്തെ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ. ദീൻ നിലനിൽക്കല് ഇൽമ് നിലനിൽക്കുന്ന കാലത്താണ്. ഇൽമ് ദീനിന്റെ ഹയാത്താണല്ലോ. അതുകൊണ്ട് തന്നെ ഇൽമിന് വലിയ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ഇൽമ് പഠിപ്പിക്കുന്ന ഈ സ്ഥാപനം, ഇതിനെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഉള്ളഴിഞ്ഞ് സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മളെയൊക്കെ ഇൽമിന്റെ അഹ്ലുകാര്, അതുപോലെ ഇൽമിനെ സഹായിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്തിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് എന്റെ ചെറുവാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹം കുടുംബജീവിതത്തിന് പ്രാരംഭശിലയിടുന്ന ഇബാദത്ത്. സംതൃപ്ത ദാമ്പത്യത്തിലൂടെ സംതൃപ്ത കുടുംബവും സമൂഹവും രൂപപ്പെടുന്നു. വിവാഹ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകൾ അനാവൃതമാകുന്ന അൽ സിഖായ മംഗല്യം മഴവില്ലഴക് 2015 മോനമുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സ് ജാമിയ റഹീമിയ സിൽവർ ജൂബിലി സമ്മേളന ഉപഹാരം. അൽ സിഖായ മംഗല്യം മഴവില്ലഴക് സമ്മേളന പതിപ്പ് സമ്മേളന നഗരിയിൽ ലഭ്യമാണ്. ആത്മീയ ബിഹായസിലെ തിളക്കമുള്ള വ്യക്തിത്വം, ആത്മീയ നേതൃത്വം കൊണ്ട് ജാമിയ റഹീമിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുന്ന അഹ്ലുൽ ബൈത്തിലെ സർവസമ്മതനായ വൻ താരകം സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ കുരുവമ്പലം ജേതാക്കൾക്കുള്ള അവാർഡ് ദാനവും ഹിഫുൽ സനദ് ദാനവും നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സർവാദരവുകളോടെയും ക്ഷണിക്കുന്നു. മൂന്നാം ബാച്ച് ഫസ്റ്റ് റാങ്ക് അബൂബക്കർ സിദ്ദീഖ് റഹീമി വല്ലപ്പുഴ. നാലാം ബാച്ച് ഫസ്റ്റ് റാങ്ക് സൈദലവി റഹീമി ചുണ്ടമ്പറ്റ. അഞ്ചാം ബാച്ച് ഫസ്റ്റ് റാങ്ക് ലുക്മാനുൽ ഹക്കീം റഹീമി കുരുവമ്പലം. തേർഡ് ബാച്ച് സെക്കൻഡ് റാങ്ക് ഷമീർ റഹീമി ആനമങ്ങാട്. ഫോർത്ത് ബാച്ച് സെക്കൻഡ് റാങ്ക് റിയാസ് റഹീമി പള്ളിക്കുറുപ്പ്. ഫിഫ്ത് ബാച്ച് സെക്കൻഡ് റാങ്ക് മുഹമ്മദ് അലി റഹീമി
കരിപ്പൂർ. ഹിഫ്ള് വിദ്യാർത്ഥികൾക്കുള്ള സനദ്ദാനം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിക്കുന്നു. الحافظ محمد رازق. الحافظ محمد نجم الدين. الحافظ محمد بن شاد. الحافظ إبراهيم. الحافظ محمد شبيب. الحافظ سعد. മനുഷ്യന്റെ നെഞ്ചകം പിളർക്കാൻ പ്രഹരശേഷിയുള്ള AK-47 നിന്നും ചിന്നിച്ചിതറിയെത്തുന്ന വെടിയുണ്ടകളെപ്പോലും പ്രതിരോധിക്കാൻ ശക്തിയുള്ള സൂപ്പർ ആയുധമാണ് തികവത്ത പ്രഭാഷണമെന്ന് കേരളീയെ ബോധ്യപ്പെടുത്തിയ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇരിക്കുന്നിടത്ത് ഒന്ന് നീക്കോ. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ ഇരിക്കണ കസാലയുടെ മുമ്പിൽ അത് കുറെ കസാല ഒഴിവ്, അതിൽ കൊന്നും കാര്യം തന്നെ. നിങ്ങളൊക്കെ മുമ്പ് കൂടെ കിടക്കണ കസാലയിൽ കൊന്നും കാര്യക്കണം. നമ്മളെ മാനു മുസ്ലിയാരുടെ നഗറിലാണുള്ളത്, അതൊരു വൃത്തി വേണം. അതാണ് ഒന്നുകൊണ്ട് അതിൽ കുറെ ആളുകൾ പിന്നിലുണ്ട്. എല്ലാവരും നീക്ക. ആ സ്ത്രീകൾ ഇരിക്കണോടത്ത് നിന്ന് നീച്ചു നിന്ന്. ഏതായാലും നിങ്ങൾക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും തന്നത് ഇന്ന് തരാൻ പാകല്ല. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞെന്ന് ഒന്ന് മാറ്റി പറയണം. തിരിച്ചു പോണ സമയത്ത് ഇന്നലെ മിനിഞ്ഞാന്നും തന്നത് ഇന്ന് തരില്ല, പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ചിലത് വേണം. അത് സമദ് സാഹിബ് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഒരു 3 സലാത്തും കൂടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.